Okay, next topic is stats. Okay, next topic is estimation. We want to study about maximum likelihood estimate. So general overview ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് കളക്ഷൻ ഓർഗനൈസേഷൻ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡേറ്റ. നമുക്കറിയാവുന്നതാണ്, നമുക്കൊരു ഡേറ്റ സെറ്റ് ഉണ്ടായിരിക്കും, അത് അനലൈസ് ചെയ്യണം, ഇന്റർപ്രറ്റ് ചെയ്യണം, അതിൽ നിന്ന് അതിൻ്റെ അകത്തുള്ള ഹിഡൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് റിട്രീവ് ചെയ്യണം. അതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. Its primary aim is to extract meaningful information from data and to make the informed decisions in the presence of uncertainty. ഡേറ്റയിൽ നിന്നുള്ള ഇൻസൈറ്റ് മനസ്സിലാക്കി അതിൽ നിന്നുള്ള ഡേറ്റ ഉപയോഗിച്ച് നമുക്കൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ലെങ്കിൽ അത് വെച്ച് വർക്ക് ചെയ്യുന്ന AI മോഡൽസിൻ്റെ എയിം എന്ന് പറയുന്നത്. സിൻസ് ഡേറ്റ ഓഫൺ കം ഫ്രം എ ലാർജ് ഓർ കോംപ്ലക്സ് സിസ്റ്റം, സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊവൈഡ്സ് ടൂൾസ് ടു സമ്മറൈസ് ഒബ്സർവേഷൻസ്, ഐഡന്റിഫൈ പാറ്റേൺസ് ആൻഡ് ഡ്രോ കൺക്ലൂഷൻസ് അബൌട്ട് അണ്ടർലൈങ് പ്രോസസ് ഓർ populations. നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ്. The study often involves a large group of individual or observations. This entire group is called a population. So statistics രണ്ട് ടേം ആണ്, populations and sample. സോ നമ്മൾ എന്തിനെ വെച്ചിട്ടാണോ പഠിക്കാൻ ഒരു സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ എൻറ്റയർ ഗ്രൂപ്പിനെ നമ്മൾ പോപ്പുലേഷൻസ് എന്ന് വിളിക്കും. ആ പോപ്പുലേഷൻസ് നിന്ന് കുറച്ച് ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് അതിനെ മാത്രം സ്റ്റഡി കോൺസെൻട്രേറ്റ് ചെയ്യും, അതിനെ നമ്മൾ സാമ്പിൾ എന്നും വിളിക്കും. സോ ബൈ അനലൈസിങ് ദ സാമ്പിൾ, കൺക്ലൂഷൻസ് ക്യാൻ ബി ഡ്രോൺ അബൌട്ട് ദ പോപ്പുലേഷൻ ആസ് എ ഹോൾ. ഇപ്പോൾ സാമ്പിളിനെ സ്റ്റഡി ചെയ്ത് ആ സാമ്പിളിൻ്റെ അതേപോലെ തന്നെയാണ് എൻറ്റയർ പോപ്പുലേഷൻ്റെയും ബിഹേവിയർ അല്ലെങ്കിൽ നേച്ചർ എന്ന് നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, വിൽ സീ വാട്ട് ഈസ് ദിസ് പോപ്പുലേഷൻസ് ആൻഡ് സാമ്പിൾ ഇൻ ഡീറ്റെയിൽ. സോ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഈസ് ദ കംപ്ലീറ്റ് കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഒബ്ജക്ട്സ് ഓർ മെഷർമെൻറ്റ്സ് അണ്ടർ കൺസിഡറേഷൻസ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് നമ്മളുടെ ത്രൂ ഔട്ട് അവർ കൺട്രി നമ്മൾക്ക് ഏതെങ്കിലും ഒരു കാര്യം, ഹൗ പീപ്പിൾസ് ലൈക്സ് ദ യൂസേജ് ഓഫ് കോള ഐറ്റംസ്. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഉണ്ട്. സോ സ്റ്റേറ്റ് നമ്പർ 1 അങ്ങനെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉള്ള ഒരു കൺട്രിയാണെന്ന് വിചാരിക്കുക. സോ ഓരോ സ്റ്റേറ്റ്സിലും ഓരോ ഇൻഡിവിജ്വൽസിനെയും ചെന്നിട്ട് ഹൗ യു ലൈക്ക് ദ കോള യൂസേജ് ഇൻ ഡെയിലി ലൈഫ് എന്ന് ചോദിച്ച് ഒരു സർവേ നടത്തുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. സോ വാട്ട് വി വിൽ ഡു, ഇൻസ്റ്റെഡ് ഓഫ് പെർഫോമിംഗ് ദിസ് സർവേ ത്രൂ ഔട്ട് ദ നേഷൻ, we will try to concentrate this survey to a particular district of the country, or will collect the samples from different states of the country. So നമ്മൾ ഈ എൻറ്റയർ കൺട്രിയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ പോപ്പുലേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ പോപ്പുലേഷൻസ് എന്ന് പറയുന്ന ഈ എന്തിനെ കുറിച്ചാണ് സ്റ്റഡി ചെയ്യുന്നത്, ആ ത്രൂ ഔട്ട് ദിസ് ഈ റീജിയണിൽ അല്ലെങ്കിൽ ഈ കൺട്രി അല്ലെങ്കിൽ ഈ സ്റ്റേറ്റിൽ എന്താണ് ആ സ്റ്റഡി ചെയ്യുന്ന ഒബ്ജക്റ്റീവ്, എന്തിനെ കുറിച്ചാണ് ഒബ്ജക്റ്റീവ് ചെയ്യുന്നത്, അതിൻ്റെ ബിഹേവിയർ എന്താണ് എന്ന് പഠിക്കുക എന്നുള്ളതാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്. സോ പോപ്പുലേഷൻസ് മേ ബി ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. ഓക്കെ, സോ നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ അത് ഫൈനൈറ്റ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ സിറ്റിസൻസിൻ്റെ എണ്ണം നോക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫൈനൈറ്റ് ഉള്ളി, ബട്ട് ഇറ്റ്സ് ബിലോങ്സ് ടു എ വെരി ലാർജ് നമ്പർ. സോ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ടു ഡു സച്ച് സർവേ ആൻഡ് മേക്ക് ഡിസിഷൻ. സോ എക്സാമ്പിൾസ്, ഓൾ സ്റ്റുഡൻസ് ഇൻ എ യൂണിവേഴ്സിറ്റി, അപ്പോൾ നമ്മൾ APJ KTU എടുത്തു കഴിഞ്ഞാൽ തന്നെ കാണാം ഏകദേശം 200+ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഉണ്ട്. ഡിഫറെൻറ്റ് ബ്രാഞ്ചസിൽ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഉണ്ട്. ഓരോ സ്റ്റുഡൻസിനെയും കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നീഡ് ടു വിസിറ്റ് എവറി ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ, ഓൾ മാനുഫാക്ചർ ബൾബ്സ് ഇൻ എ ഫാക്ടറി, അല്ലെങ്കിൽ എ ഡെയിലി ടെമ്പറേച്ചർ റെക്കോർഡ്സ് ഇൻ എ സിറ്റി. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പർട്ടിക്കുലർ ഒബ്ജക്റ്റീവിനനുസരിച്ച് നമുക്കുണ്ടായിരിക്കും. സോ ഇറ്റ്സ് ബിലോങ്സ് ടു എ ലാർജ് സെറ്റ്. നമ്മളുടെ ആ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ചെയ്യേണ്ട നമ്മൾ സ്റ്റഡി ചെയ്യേണ്ട ഡൊമൈൻ എന്ന് പറയുന്നത് വെരി ലാർജാണ്. ആ ലാർജ് ഡൊമൈനെ നമ്മൾ പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത്. സാമ്പിൾ എന്ന് പറയുന്നത്, വാട്ട് ഈസ് എ സാമ്പിൾ? സോ സാമ്പിൾ ഇസ് എ സബ്സെറ്റ് ഓഫ് ദി പോപ്പുലേഷൻ സെലക്റ്റഡ് ഫോർ അനാലിസിസ്. സോ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഒരു വലിയൊരു കൺട്രി, ആ കൺട്രിയിലെ ഒരു പർട്ടിക്കുലർ പോർഷനിൽ എന്താണ് ആ ബിഹേവിയറിൽ ചേഞ്ച് എന്ന് എല്ലാ രീതിയിലും പോയിട്ട് നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് ഓരോ ഇൻഡിവിജ്വൽസിൽ നിന്നും ഹൗ ഡു യു ലൈക്ക് ദ യൂസേജ് ഓഫ് കോള ഇൻ യുവർ ലൈഫ് ഇൻ എവറി ഡേ, ഡെയിലി ലൈഫിൽ അത് ഇമ്പോർട്ടൻസ് ആണോ അല്ലയോ എന്നുള്ള സ്റ്റഡി, അങ്ങനെ അതിൻ്റെ ക്വസ്റ്റ്യനറൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഡേറ്റ കംപ്ലീറ്റ് കളക്ട് ചെയ്യും.
അപ്പോൾ നമ്മൾ എൻ്റെ റീജിയൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മളുടെ ഡാറ്റ കളക്ഷൻസ് വിൽ ലിമിറ്റ് ഇൻ ടു എ പെർട്ടിക്കുലർ പോർഷൻ ഓഫ് ദ ഓർ പെർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ കൺട്രി, അല്ലെങ്കിൽ എന്താണോ നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡൊമെയിൻ, ആ ഡൊമെയിൻ്റെ ഒരു പെർട്ടിക്കുലർ പോർഷൻസ് മാത്രം എടുത്ത് നമ്മൾ ഡീറ്റെയിൽ സ്റ്റഡി ചെയ്യും. ആ പെർട്ടിക്കുലർ പോർഷനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ എന്ന് 50 സ്റ്റുഡൻസ് റാൻഡംലി ചോസൺ ഫ്രം എ യൂണിവേഴ്സിറ്റി. സോ നമ്മൾ KTU ആണെന്ന് വിചാരിക്കുക. KTUവിൽ നിന്ന് ഡിഫറെൻറ്റ് സ്റ്റുഡൻസിൻ്റെ ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെ എന്താണെന്നുള്ള ഒരു സ്റ്റഡിയാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ 50 or 500 അല്ലെങ്കിൽ 5000 സ്റ്റുഡൻസ് ഡിപ്പെൻസ് അപ്പോൺ ദ സാമ്പിൾ സൈസ്, ഡൊമെയിൻ സൈസ് അല്ലെങ്കിൽ പോപ്പുലേഷൻ സൈസ് അനുസരിച്ച് വിൽ സെലക്ട് 50, 500 or 5000 ലൈക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് റാൻഡമായിട്ട് നമ്മൾ ചൂസ് ചെയ്യും. ഓർ 100 ബൾബ് സെലക്ടഡ് ഫ്രം എ ഡേ ഓഫ് പ്രൊഡക്ഷൻസ്. ഒരു ബൾബ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി 10,000 ഓഫ് ബൾബ്സ് എ ഡേ ദേ ആർ മാനുഫാക്ചറിങ്. സോ അതിൻ്റെ വർക്കിംഗ് ഡിഫക്റ്റീവ് കണ്ടീഷൻസ്, അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്നതിന് റാൻഡമായിട്ട് നമ്മൾ 100 ബൾബ് സെലക്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ച് മാത്രം സ്റ്റഡി ചെയ്യും. അല്ലെങ്കിൽ 20 റെക്കോർഡ്സ് ടെമ്പറേച്ചേഴ്സ് ഡ്യൂറിങ് എ മന്ത്, എവറി 5 minutes അല്ലെങ്കിൽ എവറി അവറിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ടെമ്പറേച്ചർ ഇൻ എ സിറ്റി. അപ്പോൾ അത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒരു മന്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലാർജ്, ഒരു വലിയൊരു ഡാറ്റ സെറ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന 2 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 200 സാമ്പിൾസ് ആയിരിക്കും നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. സോ വി ഹാവ് പോപ്പുലേഷൻസ് ആൻഡ് സാമ്പിൾ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ദെൻ പാരാമീറ്റേഴ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, പോപ്പുലേഷൻ പാരാമീറ്റർ. സോ നമ്മൾ എന്തിനെക്കുറിച്ചാണോ സ്റ്റഡി ചെയ്യുന്നത്, ആ സ്റ്റഡി ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വേരിയബിൾസ് ഉണ്ടായിരിക്കും. മോസ്റ്റ് പോപ്പുലറായിട്ട് വരുന്ന വേരിയബിൾസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മീൻ അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത്, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓർ വേരിയൻസ്. ഇതൊക്കെയാണ് നമ്മളുടെ പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത്. ദെൻ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ്, എ ന്യൂമറിക്കൽ വാല്യൂ സമറൈസിങ് സം ആസ്പെക്ട്സ് ഓഫ് ദ സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ എൻ്റയർ കൺട്രി അല്ലെങ്കിൽ എൻ്റയർ ഡൊമൈനാണ് നമ്മളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ പോർഷൻ എടുത്തു, അതാണ് നമ്മളെ സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ സാമ്പിൾ ആൻഡ് പോപ്പുലേഷൻസ്, ഈ എൻ്റയർ റീജിയനിൽ നിന്ന് വരുന്ന മീൻ ആൻഡ് സിഗ്മ സ്ക്വയർ. ഓക്കെ, ഈ പാരാമീറ്റർ പ്രാക്ടിക്കലി അത് ഇമ്പോസിബിൾ ആണ്, അത് കണ്ടുപിടിക്കുക എന്ന് പറയാം. സോ നമ്മൾ എന്താ ചെയ്യുക, സാമ്പിൾസിൻ്റെ ആവറേജും സാമ്പിളിൻ്റെ മീൻ എടുക്കും. സോ മ്യൂ ബാർ ആൻഡ് എസ് ബാർ ഓർ സിഗ്മ സ്ക്വയർ ബാർ, ഇങ്ങനെ ഈ പാരാമീറ്റർ. സോ ഈ എൻ്റയർ കൺട്രി എടുക്കുന്നതിന് പകരം സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ മാത്രം പോപ്പുലേഷൻസ് എടുത്ത് അവിടുത്തെ ആവറേജും അവിടുത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസും ആ സാമ്പിൾ സെറ്റിൻ്റെ ഡീവിയേഷൻസ് ആൻഡ് മ്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതിനെ നമ്മൾ സാമ്പിൾ മീൻ എന്നും സാമ്പിൾ വേരിയൻസ് എന്നും പറയാം. സോ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ യൂസ്ഡ് ആസ് എസ്റ്റിമേറ്റ് ഓഫ് പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ്. അതിനുശേഷം ഈ സാമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉപയോഗിച്ച് ഇത്രയും റീജിയനിൽ നിന്ന് കണ്ടുപിടിച്ച നമ്മളുടെ സാമ്പിൾ മീനും ആൻഡ് സാമ്പിൾ വേരിയൻസും ഈ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് എൻ്റയർ പോപ്പുലേഷൻ്റെ അല്ലെങ്കിൽ ഹോൾ കൺട്രിയുടെ ആവറേജും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസും നമ്മൾ മെഷർ ചെയ്യും. അപ്പോൾ എന്താണോ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഹൈറ്റ് ഓഫ് സിറ്റിസൻസ് ആണ് സ്റ്റഡി ചെയ്യുന്നത് വിചാരിക്കുക. സോ ആവറേജ് ഹൈറ്റും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസും നമ്മൾ കണ്ടുപിടിക്കും. അത് സാമ്പിളിൻ്റെ മെഷർ ചെയ്തതിന് ശേഷം അതിൻ്റെ സാമ്പിൾ ഡേറ്റയുടെ ആവറേജ് ഹൈറ്റും സ്റ്റാൻഡേർഡ് വേരിയേഷൻസും ഉപയോഗിച്ചായിരിക്കും നമ്മൾ എൻ്റയർ പോപ്പുലേഷൻസിൻ്റെ ആവറേജ് ഹൈറ്റും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസും അങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. സാമ്പിളിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, സ്റ്റഡിങ് ദ ഹോൾ പീപ്പിൾ ഓൾറെഡി പറഞ്ഞു. എല്ലാ പോപ്പുലേഷൻസിലും എല്ലാ റീജിയനിലും പോയി ഡാറ്റ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല, അത് എക്സ്പെൻസീവ് ആണ്. നമ്മൾ സാമ്പിളാക്കി കഴിഞ്ഞാൽ സമയം കുറയ്ക്കാൻ പറ്റും, കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, എഫർട്ട് കുറയ്ക്കാൻ പറ്റും. പ്രോപ്പർ സാമ്പിളിംഗ് ടെക്നിക്സ്, കൺക്ലൂഷൻസ് ഡ്രോൺ ദ സാമ്പിൾ ക്യാൻ ജനറലൈസ് ടു ദ പോപ്പുലേഷൻസ് വിത്ത് ഹൈ റിലയബിലിറ്റി. സാമ്പിൾസിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് എന്താണോ ആ ഇൻഫർമേഷൻസ് ഉപയോഗിച്ച് പോപ്പുലേഷൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് റിലയബിൾ ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വാട്ട് ഈസ് അവർ ടോപ്പിക്, എസ്റ്റിമേഷൻ. സോ എസ്റ്റിമേറ്റേഴ്സ് ആൻഡ് എസ്റ്റിമേഷൻ. എന്താണ് എസ്റ്റിമേറ്റേഴ്സും എസ്റ്റിമേഷൻസ് എന്ന് പറയുന്നത്? റെയർലി നോ ദ എക്സാക്ട് വാല്യൂ ഓഫ് ദ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ്. നമ്മൾ പറഞ്ഞതുപോലെ ഒരു രാജ്യത്തിൻ്റെ ആവറേജ് സിറ്റിസൻസിൻ്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ്, വേരിയൻസ് എന്നൊക്കെ പറയുന്നത്,
അത് അൺനോൺ പാരാമീറ്റേഴ്സ് ആയിരിക്കും. സോ നമുക്കത് ആക്ച്വലി ട്രൂ വാല്യൂസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. സോ നമ്മൾ എന്താ വെച്ചാൽ വി യൂസ് സാമ്പിൾ ഡാറ്റ ടു മേക്ക് ഇൻഫറൻസ് അബൌട്ട് ദം. സാമ്പിൾ ഡാറ്റയിൽ നിന്ന് അതിൻ്റെ വാല്യൂസ് നമ്മൾ ഇൻഫർ ചെയ്യും. ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഓർ ഗസ്സിംഗ് ദ വാല്യൂ ഓഫ് എൻ അൺനോൺ പോപ്പുലേഷൻ പാരാമീറ്റർ ഈസ് കോൾഡ് എസ്റ്റിമേഷൻ. സോ നമ്മൾ ഉപയോഗിച്ചത് അല്ലെങ്കിൽ നമ്മൾ ആക്ച്വലി സ്റ്റഡി ചെയ്ത സാമ്പിൾ ഡാറ്റ ഉപയോഗിച്ച് സാമ്പിൾ ഡാറ്റയുടെ ആവറേജും സാമ്പിൾ ഡാറ്റയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓർ വേരിയൻസ് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് എൻ്റയർ കൺട്രിയുടെ ആവറേജും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും നമ്മൾ ഗസ് ചെയ്യും അല്ലെങ്കിൽ പ്രൊഡിക്റ്റ് ചെയ്യും. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എസ്റ്റിമേഷൻ. സോ ദ ഫങ്ഷൻ ഓർ റൂൾ എങ്ങനെയാണ് നമ്മൾ സാമ്പിൾ ഡാറ്റയുടെ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് പോപ്പുലേഷൻ്റെ പാരാമീറ്റർ നമ്മൾ കണ്ടെത്തുന്നത്? അതിനൊരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു റൂൾ ഉണ്ടായിരിക്കും. ആ റൂളിനെ നമ്മൾ അല്ലെങ്കിൽ ആ റൂൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിച്ച അല്ലെങ്കിൽ സ്റ്റഡി ചെയ്ത സാമ്പിൾ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസ് ഉപയോഗിച്ചായിരിക്കും. ആ സാമ്പിൾ ഡാറ്റ ഉപയോഗിച്ചായിരിക്കും എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഫങ്ഷൻ അല്ലെങ്കിൽ എന്തിൻ്റെ ബേസിലാണ് എങ്ങനെയാണ് അതിന് സാമ്പിൾ ഡാറ്റയുടെ വാല്യൂസ് ഉപയോഗിച്ച് നമ്മൾ പോപ്പുലേഷൻ്റെ ഡാറ്റ കണ്ടെത്തുന്നത്? ആ ഫങ്ഷൻ അല്ലെങ്കിൽ റൂളിനെ നമ്മൾ എസ്റ്റിമേറ്റർ എന്ന് പറയും. സോ സാമ്പിൾ ഡാറ്റ എസ്റ്റിമേറ്ററിൻ്റെ ഇൻപുട്ടായിട്ട് നമ്മൾ സാമ്പിൾ ഡാറ്റ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് പോപ്പുലേഷൻ ഡാറ്റ ഓർ പോപ്പുലേഷൻ പാരാമീറ്റർ. അതാണ് അതിൻ്റെ ലോജിക് എന്ന് പറയുന്നത്. സോ എസ്റ്റിമേറ്റർ വി ഇൻപുട്ട് ദ എസ്റ്റിമേറ്റർ we input the sample data or sample informations into the estimator that produces sample populations parameter. ഈ എൻ്റയർ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എസ്റ്റിമേഷൻ. സോ എസ്റ്റിമേഷൻ ടെക്നിക് ഉപയോഗിച്ച് എന്താണ് എസ്റ്റിമേഷൻ ടെക്നിക്ക്? അതാണ് എസ്റ്റിമേറ്റർ. സോ ഡിഫറെൻറ്റ് എസ്റ്റിമേഷൻ ടെക്നിക്സ് ഉണ്ട്, ഡിഫറെൻറ്റ് എസ്റ്റിമേറ്റർ റൂൾസ് ഉണ്ടായിരിക്കും. ഓരോ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അനുസരിച്ചും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ പാരാമീറ്റർ അനുസരിച്ചും ഓരോ മെത്തേഡായിരിക്കും ഈ എസ്റ്റിമേറ്ററിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. So estimator എന്ന് പറയുന്നത് a statistical formula or rule that provides an estimate of a population parameter from the sample. അവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് സം സെറ്റ് ഓഫ് റൂൾസ് ആണ് അല്ലെങ്കിൽ സം ഫോർമുലാസ് ആയിരിക്കും. എസ്റ്റിമേറ്ററിലേക്ക് നമ്മൾ സാമ്പിൾ ഡേറ്റയുടെ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നതും അത് നമുക്ക് റിസൾട്ടായിട്ട് വരുന്നത് പോപ്പുലേഷൻ ഡേറ്റയുടെ പാരാമീറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ ഈ പ്രോസസ്സാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. സോ സാമ്പിൾ മീൻ എക്സ് ബാർ ഈസ് ആൻ എസ്റ്റിമേറ്റർ ഓഫ് ദ പോപ്പുലേഷൻ മീൻ. നമ്മൾ ചെയ്തിരിക്കുന്ന ഓൾറെഡി പറഞ്ഞു എഴുതിയിട്ടുണ്ട്. കൺട്രിയിൽ നിന്ന് ഒരു സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ സാമ്പിൾ ഡേറ്റ നമ്മൾ എടുത്തു. ആ ഡെസ്റ്റിമേഷൻ ഇവിടെ നിന്ന് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് കംപ്ലീറ്റ് രാജ്യത്തിൻ്റെ സാമ്പിൾസിൻ്റെ അല്ലെങ്കിൽ എൻ്റെ പോപ്പുലേഷൻസിൻ്റെ പാരാമീറ്റേഴ്സിൻ്റെ ഒരു എസ്റ്റിമേഷൻ ആയിരിക്കും. സാമ്പിൾ വേരിയൻസ് എസ് ബാർ square is an estimator of the population variance sigma square. Formally, theta bar is equal to a transformation functions x1, x2, etc. xn, where theta bar is the estimator of the parameter theta. അപ്പോൾ നമ്മുടെ ഡാറ്റ സെറ്റ് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. ഈ ആട്രിബ്യൂട്ട്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു പാരാമീറ്റർ എടുപ്പുണ്ട്, തീറ്റ എന്ന് പറയുന്ന പാരാമീറ്റർ. തീറ്റ എന്ന് പറയുന്ന പാരാമീറ്റർ ഫോർ എക്സാമ്പിൾ മ്യൂ ആകാം, സിഗ്മ സ്ക്വയർ ആകാം, ലാംഡ ആകാം. അങ്ങനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്തെല്ലാം ഉണ്ടോ ആ പാരാമീറ്റേഴ്സിൽ ഏത് വേണമെങ്കിലും ഈ ഡാറ്റയെ ഉപയോഗിച്ചിട്ട് ഈ ഡാറ്റയെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബിക്കോസ് ദിസ് ഈസ് സാമ്പിൾ ഡാറ്റ, കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഈ ഇൻഫർമേഷൻസ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തീറ്റ ബാർ അല്ലെങ്കിൽ എൻ്റെ പോപ്പുലേഷൻസിൻ്റെ കറസ്പോണ്ടിങ് പാരാമീറ്റേഴ്സ് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് എസ്റ്റിമേറ്റർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ അപ്ലൈ ചെയ്ത ഫംഗ്ഷൻ, ഈ ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ എന്താണോ ആ ഫംഗ്ഷനാണ് നമ്മളുടെ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. എന്താണ് എസ്റ്റിമേറ്റ്? എസ്റ്റിമേറ്റ് ഈസ് ദ ന്യൂമറിക്കൽ വാല്യൂ. നമ്മൾ തീറ്റ ബാർ ഈസ് ഈക്വൽ ടു എസ്റ്റിമേറ്റർ ഓഫ് x1, x2, എക്സെട്ര xn ഫംഗ്ഷൻ അല്ലെങ്കിൽ റൂൾ അവിടെ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടി തീറ്റ ബാർ. ഈ തീറ്റ ബാറിൻ്റെ ഈ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഗസ് ചെയ്ത പ്രൊഡിക്റ്റ് ചെയ്ത ആ വാല്യൂ അതിനാണ് നമ്മൾ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. സോ എസ്റ്റിമേറ്റ് ഈസ് ദ ന്യൂമറിക്കൽ വാല്യൂ obtained when we apply the estimator to a particular sample. For example, x bar എന്ന് പറയുന്നത് 5.52.3 for a given sample. That is the estimate of mu. അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ പാരാമീറ്ററിൽ ആവറേജ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തു. ആ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് പോപ്പുലേഷൻസിൻ്റെ ആവറേജിന് ഈക്വലൻ്റ് ആയിരിക്കും. സോ എസ്റ്റിമേറ്റർ ഈസ് എ ഫോർമുല, എസ്റ്റിമേറ്റ് ഈസ് എ നമ്പർ, എസ്റ്റിമേഷൻ ഈസ് ദ പ്രോസസ്. So estimator ഉണ്ട്, estimate ഉണ്ട്, estimation ഉണ്ട്. Estimator is formula according to what rule, what transformations function it is operating. Estimate operate ചെയ്യുമ്പോൾ കിട്ടുന്ന result, and estimation the entire process of predicting or guessing an unknown parameter from a non sample parameters.
Estimating a population parameter. Suppose we want to know the average height of all BTech students in Kerala. So, നമ്മൾ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്റ്റേറ്റ്സിന്റെ സാമ്പിൾ വാല്യൂസ് ഉപയോഗിച്ച് കൺട്രിയുടെ സിറ്റിസൺസിന്റെ ആവറേജ് ഹൈറ്റ് പ്രിഡിക്ട് ചെയ്യുന്ന മെക്കാനിസം ഇവിടെയും നമുക്ക് നമ്മളുടെ KTU അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു എല്ലാ BTech സ്റ്റുഡൻസിന്റെയും ആവറേജ് ഹൈറ്റ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പോയിട്ട് ആവറേജ് ഹൈറ്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ്. സോ മെഷറിംഗ് എവറി സ്റ്റുഡൻറ്റ് ഇൻ എവറി കോളേജ് ഈസ് ഡിഫിക്കൽട്ട്. സോ എന്ത് ചെയ്യും? വി മെഷർ ദ ഹൈറ്റ്സ് ഓഫ് ഓൾ BTech സ്റ്റുഡൻസ് അറ്റ് GECT. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിന് അല്ലെങ്കിൽ എൻ്റെ GECTയിൽ എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഹൈറ്റ് മെഷർ ചെയ്ത് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കും. എന്നിട്ട് നമുക്ക് GECTയുടെ മാത്രം ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 167.8 സെൻറ്റിമീറ്റർ കിട്ടി എന്ന് വിചാരിക്കാം. The true average of height of all BTech students in Kerala is a parameter. It is unknown. So, നമ്മളുടെ സ്റ്റേറ്റിലെ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസിൻ്റെ ഹൈറ്റിൻ്റെ ആവറേജ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ നമ്മൾ GECT മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടുത്തെ കുട്ടികളുടെ എല്ലാവരുടെയും ഹൈറ്റ് കളക്ട് ചെയ്ത് ആവറേജ് ഹൈറ്റ് കണ്ടുപിടിച്ചു. 167.8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. നൗ ഈ 167.8 ആകണമെന്നില്ല എൻ്റെ സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ എല്ലാ BTech സ്റ്റുഡൻസിൻ്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത്. സോ ഫോർ ദ ടൈം ബീയിങ് ഈ നമ്മളുടെ സ്റ്റേറ്റിലെ അല്ലെങ്കിൽ നമ്മളുടെ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ BTech സ്റ്റുഡൻസിൻ്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺനോൺ ആണ്. സോ ആവറേജ് ഹൈറ്റ് GECT ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം ദ സാമ്പിൾ ഡേറ്റ. ഇവിടുത്തെ എല്ലാ നമ്മുടെ GECTയിലെ എല്ലാ കുട്ടികളുടെയും ഹൈറ്റിൻ്റെ ഡേറ്റ നമ്മളുടെ കയ്യിലുണ്ട്. അത് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. സോ യൂസ് ദി സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് ദ ട്രൂ പോപ്പുലേഷൻ പാരാമീറ്റർ. സോ ഈ GECTയിൽ നിന്ന് മെഷർ ചെയ്ത ആവറേജ് ഹൈറ്റ് അല്ലെങ്കിൽ 167.8 എന്ന് പറയുന്ന പാരാമീറ്റർ ഉപയോഗിച്ച് അല്ലെങ്കിൽ അത് ആ ഡേറ്റ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കംപ്ലീറ്റ് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ എൻ്റയർ BTech സ്റ്റുഡൻസിൻ്റെ ആവറേജ് ഹൈറ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. ആ പ്രോസസ്സാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Why estimation matters in AI and data science as an exam point of view you need to study. Estimation is fundamental concept in statistics that directly supports modern artificial intelligence and data science. In these fields, we often deal with the massive, uncertain or incomplete data. Exact knowledge about the underlying process is rarely available. So estimation provides a systematic way to approximate unknown parameters, probabilities and models. എന്തുകൊണ്ടാണ് നമ്മൾ AI അത് എൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റോൾ എന്ന് പറയുന്നത്? ഹാൻഡ്ലിങ് അൺസർട്ടനിറ്റി. നമ്മൾ AI മോഡൽസിൻ്റെ പ്രഡിക്ഷൻ ചെയ്യേണ്ട റിസൾട്ട്സ് അൺസർട്ടൻ ആയിരിക്കും, ഒരു ഷുവർട്ടി ഇല്ലാത്ത കാര്യമാണ്. സോ കംപ്ലീറ്റ് ഗസ്സിങ് ആണ് AI ഈ റിസൾട്ട് എന്ന് പറയുന്നത്. സോ ഗസ്സിങ്ങിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളുടെ എസ്റ്റിമേഷൻ പ്രോസസ്സാണ്. സോ പ്രഡിക്റ്റിംഗ് ദ മിസ്സിംഗ് സെൻസർ റീഡിങ് ഇൻ IoT സെൻസർ. നമ്മളുടെ ഒരു IoT വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രിയിൽ ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റേഷൻസ് സെൻസേഴ്സ് ഉണ്ടായിരിക്കും. ആ സെൻസേഴ്സിൽ കുറേ സെൻസേഴ്സിൽ നിന്ന് വാല്യൂസ് വരുന്നുണ്ട്. സം സെൻസേഴ്സ് റിസൾട്ട്സ് അല്ലെങ്കിൽ വാല്യൂസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഫോൾട്ടി കണ്ടീഷൻ ആകാം, മെഷർമെൻറ്റ് ടെക്നിക്സിൽ മിസ്റ്റേക്സ് ആകാം, അല്ലെങ്കിൽ കുറേ മിസ്സിംഗ് സെൻസർ റീഡിങ്സ് ഉണ്ട്. ആ സെൻസർ മിസ്സിംഗ് ആണെങ്കിൽ, റീഡിങ്സ് മിസ്സിംഗ് ആണെങ്കിൽ നമുക്ക് പ്രഡിക്ഷൻ അല്ലെങ്കിൽ എസ്റ്റിമേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് അതിൻ്റെ വാല്യൂസിനെ എസ്റ്റിമേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ലേണിംഗ് മോഡൽ പാരാമീറ്റേഴ്സ്. മെഷീൻ ലേണിംഗ് മോഡൽസ്, ലീനിയർ റെഗ്രഷൻ, ന്യൂറൽ നെറ്റ്വർക്ക്സ്, പ്രോബബിലിസ്റ്റിക് മോഡൽസ് എക്സെപ്റ്റ് ഡിപ്പെൻഡ് ഓൺ പാരാമീറ്റേഴ്സ്. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ലീനിയർ റെഗ്രഷൻ എന്ന് പറയുന്നത് y = β1x + β0 ആണ്. ഈ β1 and β0 ആണ് നമ്മുടെ മോഡൽ പാരാമീറ്റേഴ്സ്. ഈ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മളുടെ സാമ്പിൾ ഡേറ്റയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. സോ ആ വാല്യൂസ് ഉപയോഗിച്ച്, സാമ്പിൾ ഡേറ്റ വാല്യൂസ് ഉപയോഗിച്ച് നമ്മൾ β1 β2 നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. സോ മെഷീൻ ലേണിംഗിൻ്റെ പാരാമീറ്റേഴ്സ് എസ്റ്റിമേഷൻ ആണ് നമ്മൾ നടക്കുന്നത്. ദീസ് പാരാമീറ്റേഴ്സ് ആർ അൺനോൺ ആൻഡ് മസ്റ്റ് ബി എസ്റ്റിമേറ്റഡ് ഫ്രം ദ ട്രെയിനിങ് ഡേറ്റ. സോ നമ്മൾ മോഡൽ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് β0 വാല്യൂയും β1 വാല്യൂയും കണ്ടുപിടിക്കുകയാണ്. ആ കണ്ടുപിടിക്കുന്നത് എസ്റ്റിമേഷൻ ടെക്നിക്സ് ഉപയോഗിച്ചാണ്. എസ്റ്റിമേറ്റിംഗ് വെയ്റ്റ്സിനെ ന്യൂറൽ നെറ്റ്വർക്ക്സ് ത്രൂ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ്. ന്യൂറൽ നെറ്റ്വർക്ക് നമ്മൾ പഠിച്ചതാണ്. കുറേ നോട്ട്സ് ഉണ്ടാവും. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. ഈ നോട്ട്സിൽ നിന്ന് ഒരു ലെയറിൽ നിന്ന് അടുത്ത ലെയറിലേക്ക് പോകുന്ന നോട്ട്സിൻ്റെ കണക്ഷൻസിൻ്റെ വെയിറ്റ്, ആ വെയിറ്റ് എല്ലാം കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് പ്രൊപ്പഗേഷൻ ടെക്നിക്സ് ആണ്. ദാറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് പ്രോസസ്സ്. അത് നമുക്ക് ഒപ്റ്റിമൈസേഷൻ പ്രോസസ്സ് ഉപയോഗിച്ച് നമുക്ക് ഗസ് ചെയ്യാൻ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. Making predictions. Once parameters are estimated, models can predict the future or unseen outcomes. Accuracy of prediction depends on the quality of estimations. നമ്മൾ ചെയ്ത മോഡൽ, അതിൻ്റെ പ്രൊഡിക്ഷൻസിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് ആ മോഡൽസിൻ്റെ പാരാമീറ്റേഴ്സിൻ്റെ എസ്റ്റിമേഷൻ അല്ലെങ്കിൽ മോഡൽ പാരാമീറ്റർ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ പ്രോബബിലിസ്റ്റിക് മോഡൽ, ബേസിക് നെറ്റ്വർക്ക്സ്, മാർക്കോ മോഡൽസ്, റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ടെക്നിക്സ്, ഇതെല്ലാം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്താണ് അതിൻ്റെ പെർഫോമൻസ് ഇരിക്കുന്നത്. സോ എസ്റ്റിമേഷൻ ഹെൽപ്സ് ഡിറ്റർമിനിങ് ദ ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റേഴ്സ് ദാറ്റ് ബെസ്റ്റ് represents the observed data.
Okay, so and the application site എഴുതിയാൽ മതി. Now we are into our topic maximum likelihood estimation അല്ലെങ്കിൽ MLE എന്ന് പറയുന്ന ടോപ്പിക്. എന്താണ് maximum likelihood estimation എന്ന് പറയുന്നത്? So statistics and machine learning parameters of probability distributions are often unknown. Already പറഞ്ഞു. To use these distributions in practice we need to estimate their parameters from observed data. അതും പറഞ്ഞു. പോപ്പുലേഷൻസിന്റെ പാരാമീറ്റേഴ്സ് നമ്മൾ സാമ്പിളിന്റെ പാരാമീറ്റർ ഉപയോഗിച്ച് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ടെക്നിക് ഫോർ ദിസ് ഫംഗ്ഷൻ ഫോർ ദിസ് പ്രോസസ് ഈസ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ. സോ MLE നമ്മൾ ഓൾറെഡി കണ്ടു. എന്താണ് എസ്റ്റിമേറ്റഡ്, എന്താണ് എസ്റ്റിമേഷൻ, എന്താണ് എസ്റ്റിമേറ്റ് എല്ലാം കണ്ടതാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉപയോഗിക്കുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഒരു എസ്റ്റിമേഷൻ പ്രോസസ്സാണ് maximum likelihood estimation എന്ന് പറയുന്നത്. So the main idea is to choose the parameter values that makes the observed data most probable. Probabilistic modelsലെ ഏറ്റവും ബെസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള വാല്യൂസിനെ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്ററിൻ്റെ എസ്റ്റിമേഷൻ പ്രോസസ്സിൻ്റെ മെയിൻ ഓർ കോർ എന്ന് പറയുന്നത്. So എന്താണ് maximum likelihood estimation? It's a statistical method for estimating the parameters. ഓൾറെഡി നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. Estimating the parameters of a given probability distribution by finding the parameter values that maximize the likelihood function. So നമ്മൾക്ക് പോപ്പുലേഷൻസിൻ്റെ വാല്യൂസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മളുടെ കയ്യിലുള്ളത് സാമ്പിളിൻ്റെ ഡാറ്റ മാത്രമാണ്, സാമ്പിൾ ഡാറ്റ വാല്യൂസ് മാത്രമാണ്. സോ പാരാമീറ്റേഴ്സ് ഓഫ് ഗിവൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ഈ സാമ്പിൾ ഡാറ്റ ഒരു പർട്ടിക്കുലർ പ്രോബബിലിറ്റിയിലോ അല്ലെങ്കിൽ നോർമൽ പ്രോബബിലിറ്റിയിലോ എക്സ്പോണൻഷ്യൽ പ്രോബബിലിറ്റിയിലോ ഒക്കെ ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത്. ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് ഉപയോഗിച്ച് ഒരു പുതിയൊരു ടേം ഉണ്ട്, ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ കാണും എന്താണ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻസ് എന്നുള്ളത്. സോ ഈ നമ്മളുടെ സാമ്പിൾസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് ഉപയോഗിച്ച് നമുക്കൊരു ലൈക്ലിഹുഡ് ഫംഗ്ഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ലൈക്ലിഹുഡ് ഫംഗ്ഷൻസ് ഏറ്റവും മാക്സിമൈസ് ചെയ്യുന്ന രീതിയിൽ മാക്സിമൈസ് ദ ലൈക്ലിഹുഡ് എങ്ങനെയാണോ പാരാമീറ്റേഴ്സ് വരിക. സോ ലൈക്ലിഹുഡിനെ മാക്സിമൈസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ പാരാമീറ്റേഴ്സ് കിട്ടുന്നു, അല്ലെങ്കിൽ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിനെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ. സോ എന്താണ് ലൈക്ലിഹുഡ്, എങ്ങനെയാണ് മാക്സിമം ലൈക്ലിഹുഡ് വർക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. സോ പ്രോബബിലിറ്റി കൺസെപ്റ്റ് നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചതാണ് പ്രോബബിലിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് പ്രോബബിലിറ്റി കൺസെപ്റ്റ്? വി ആർ ലുക്കിംഗ് അറ്റ് എ ഫീമെയിൽ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഹെർ ഹൈറ്റ് ഈസ് ബിറ്റ്വീൻ 165 centimeter and 175 centimeter. സോ നമുക്കൊരു എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ഫീമെയിൽസിൻ്റെ ആവറേജ് ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. സോ നമ്മൾ എന്താ ചെയ്യുക, ഒരു പ്രോബബിലിറ്റി മോഡൽ അല്ലെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി കോൺസെപ്റ്റ് നമുക്കറിയാം. ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് വിചാരിക്കുക. സോ സാമ്പിൾസിൻ്റെ ഒരു ആവറേജ് നമുക്ക് 150 എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 165 സെൻറ്റിമീറ്ററിനും 175 സെൻറ്റിമീറ്ററിന് ഇടയ്ക്ക് ഹൈറ്റ് വരാൻ സാധ്യതയുള്ള പ്രോബബിലിറ്റി എത്രയെന്ന് കണ്ടുപിടിക്കുന്നത് ഈ 165നും 175നും ഇടയ്ക്കുള്ള നമ്മളുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ടിൻ്റെ ഏരിയ ആണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് നമ്മളെ പ്രോബബിലിറ്റി കോൺസെപ്റ്റ്. സോ വി ആർ ഗിവൺ ദ ക്ലാസ്, നമുക്ക് തന്നിട്ടുണ്ട് ക്ലാസ്. ലുക്ക് അറ്റ് ദ ഫീമെയിൽ ഡിസ്ട്രിബ്യൂഷൻസ് നമുക്കറിയാം. വി ഫൈൻഡ് ദ ഏരിയ അണ്ടർ ദ കർവ് ബിറ്റ്വീൻ 165 and 175. 165നും 175 ഇടയ്ക്കുള്ള ഏരിയ നമ്മൾ കണ്ടുപിടിക്കും. ആ കിട്ടുന്ന ഈ ഏരിയ അല്ലെങ്കിൽ നമ്മൾ Z സ്കോർ ഒക്കെ അപ്ലൈ ചെയ്ത് കിട്ടുന്ന ആ റിസൾട്ട് അതെന്ന് പറയുന്നത് ദാറ്റ് ഈസ് ജസ്റ്റ് എ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ദാറ്റ് ഹൈറ്റ് ഈസ് ബിറ്റ്വീൻ 165 സെൻറ്റിമീറ്റർ ആൻഡ് 175 സെൻറ്റിമീറ്റർ. 165നും 175നും ഇടയ്ക്ക് ഹൈറ്റ് വരാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളുടെ ആ ഏരിയ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ജസ്റ്റ് എ പ്രോബബിലിറ്റി. ഇറ്റ് സംസ് ടു വൺ ഓവർ ഓൾ പോസിബിൾ ഹൈറ്റ്സ്. നമ്മൾ ടോട്ടൽ ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി ചെയ്തതിൽ ന്യൂമറിക്കലി എക്സാമ്പിൾ ചെയ്ത് നോക്കിയതാണ്. ടോട്ടലി ഹൈറ്റ് നമുക്ക് വരും. ഇത് ഈ പ്രോബബിലിസ്റ്റിക് മോഡലാണ്, പ്രോബബിലിറ്റി ബേസ്ഡ് ആണ് നമ്മളുടെ ഈ എല്ലാ ഡിസ്ട്രിബ്യൂഷൻസും അതിൻ്റെ കാൽക്കുലേഷൻസും നമുക്ക് വർക്ക് ചെയ്ത് കിട്ടുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ സപ്പോസ് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് കാൻഡിഡേറ്റ്സിൻ്റെ ആവറേജ് ഹൈറ്റ്സും അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസും ഉണ്ട്. സോ നമ്മൾ GEC തൃശ്ശൂരിൻ്റെ ആവറേജ് ബോയ്സ് ഹൈറ്റും ആവറേജ് ഗേൾസ് ഹൈറ്റും ആണ് നമുക്കുള്ളതെന്ന് വിചാരിക്കുക. സോ ഗേൾസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വാട്ട് യു സേ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട് ഉണ്ട്. സോ ദിസ് കറസ്പോണ്ട്സ് ടു what a male distribution, red is corresponds to female distribution, and that blue colored distributions corresponds to male distribution. So നമ്മൾക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ പീക്ക് ചെയ്തിരിക്കുന്ന ഹൈറ്റ് ഫീമെയിൽസിന് ഡസൻറ്റ് മീൻ ദാറ്റ്
average height of female is more than average height of male എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. But instead that total populations of the female candidates are more than total populations of the male candidates because density ഇവിടെയാണ് കുറവ്, ഇവിടെ ഡെൻസിറ്റി കൂടുതലാണ്. സോ ഫീമെയിൽസിന് എണ്ണം കൂടുതലാണെന്ന് പറയാം. ബട്ട് ഡസൻറ്റ് മീൻ ദാറ്റ് ആവറേജ് ഹൈറ്റ് ഓഫ് ഫീമെയിൽ ഈസ് മോർ ദാൻ ആവറേജ് ഹൈറ്റ് ഓഫ് മെയിൽ. ആവറേജ് ഹൈറ്റ് ഓഫ് മെയിൽ എന്ന് പറയുന്നത് ഇവിടെ വരിക ദാറ്റ് ഈസ് അറൗണ്ട് 175 or 178, while average height of females is somewhere here below 170 centimeter. So 170 centimeter താഴെയാണ് നമുക്ക് ഫീമെയിൽസിൻ്റെ ആവറേജ് ഹൈറ്റ് ഇഫ് ആസ് പെർ ദിസ് എക്സാമ്പിൾ. സോ നമുക്ക് ഇങ്ങനെ രണ്ട് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഒരു GC തൃശ്ശൂരിൻ്റെ മെയിൽസിൻ്റെയും ഫീമെയിൽസിൻ്റെയും കംപ്ലീറ്റ് സ്റ്റുഡൻസിൻ്റെ കംപ്ലീറ്റ് ഹൈറ്റ്സും നമ്മൾ കറസ്പോണ്ടിങ് ഡാറ്റ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്ലോട്ടും നമുക്ക് അവൈലബിൾ ആണ്. സോ ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരു സ്റ്റഡി ചെയ്യണം. സോ ഇങ്ങനെ ഈ രണ്ട് ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻസ് ഉപയോഗിച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ തരുവാണ്. ഗിവൺ ദാറ്റ് ഐ ഒബ്സർവ്ഡ് എ ഹൈറ്റ് ഓഫ് 172 centimeter, വാട്ട് ഈസ് ദ ലൈക്ലിഹുഡ് ദാറ്റ് ദിസ് പേഴ്സൺ ഈസ് ഫീമെയിൽ? സോ നമ്മളോട് ചോദിക്കുകയാണ് ഈ രണ്ട് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. ഒരു അൺനോൺ പേഴ്സൻ്റെ അത് ആ മെയിൽ കാറ്റഗറിയിൽ വരുന്നതാണോ ഫീമെയിൽ കാറ്റഗറിയിലാണോ എന്ന് നമുക്ക് ടൈം ബീങ് അറിഞ്ഞുകൂടാ. അപ്പോൾ 172 centimeter ഹൈറ്റ് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 172 centimeter എന്ന് പറയുന്നത് മെയിൽ കാൻഡിഡേറ്റ് ആയിരിക്കുമോ അല്ലെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ് ആയിരിക്കുമോ? ആരായിരിക്കും ആ കുട്ടിക്ക് ഏറ്റവും പ്രോബബിലിറ്റി ഉള്ളത് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന 172 centimeter എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് നമ്മളുടെ 172 എന്ന് പറയുന്ന പോയിന്റ് എന്ന് വിചാരിക്കാം. സോ ദിസ് കറസ്പോണ്ട്സ് ടു 172. സോ 172ൽ നിന്ന് വിൽ ഡ്രോ എ വെർട്ടിക്കൽ ലൈൻ സോ ദാറ്റ് ടച്ചസ് ബോത്ത് കർവ്സ്. നമ്മൾ രണ്ട് പ്ലോട്ടിനെ ടച്ച് ചെയ്യുന്നു. സോ മെയിലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഡെൻസിറ്റി നമ്മൾ ടച്ച് ചെയ്യുന്നത് ഈ പോയിന്റിലാണ്, ഫീമെയിൽ കർവിൽ ടച്ച് ചെയ്യുന്നത് ഈ പോയിന്റിലാണ്. ഓക്കെ, സോ സെയിം ഡെൻസിറ്റി സ്കെയിലിൽ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും 172ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം ഡെൻസിറ്റി നമുക്ക് കിട്ടുന്നത് ഫീമെയിലാണ് ഏറ്റവും മാക്സിമം ആയിട്ട് വരിക ദാൻ ദ മെയിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. സോ നമുക്ക് പറയാൻ പറ്റും 172 എന്ന് പറയുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി ദാറ്റ് ഈസ് എ ഫീമെയിൽ, ബിക്കോസ് നമ്മളെ ഡിസ്ട്രിബ്യൂഷൻസിൽ ഏറ്റവും ഡെൻസിറ്റി ആ ഹൈറ്റ് അല്ലെങ്കിൽ ആ 172 എന്ന് പറയുന്ന ഹൈറ്റ് ഏറ്റവും കൂടുതൽ പർട്ടിക്കുലർലി 172 ഹൈറ്റ് ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്നത് പ്രോബബ്ലി ഏറ്റവും പ്രോബബിൾ ആയിട്ടുള്ളത് മോസ്റ്റ് ലൈക്ലി വിത്ത് ഫീമെയിൽ ഏറ്റവും നന്നായിട്ട് സ്യൂട്ട് ആവുന്നത് അത് ഫീമെയിൽ ഡിസ്ട്രിബ്യൂഷനിലാണ്. ബിക്കോസ് ഇറ്റ്സ് ഡെൻസിറ്റി ഈസ് മോർ ദാൻ ദ ഡെൻസിറ്റി ഫോർ മെയിൽ ഡിസ്ട്രിബ്യൂഷൻസ് അറ്റ് x ഈസ് ഈക്വൽ ടു 172 centimeter. 172 centimeterലെ ഹൈറ്റ് എന്ന് പറയുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് ഫീമെയിൽസിലാണ് ദാൻ മെയിൽസ്. സോ അതുകൊണ്ട് 172 എന്ന് പറയുന്ന ഹൈറ്റ് നമ്മൾക്ക് തന്നിരിക്കുന്നത് അൺനോൺ പേഴ്സണാലിറ്റി മെയിലാണോ ഫീമെയിലാണോ എന്ന് അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 172 centimeter ഹൈറ്റ് ഏറ്റവും നന്നായിട്ട് മാച്ച് ചെയ്യുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ്. അതുകൊണ്ട് ആ ഹൈറ്റ് മോസ്റ്റ് പ്രോബബ്ലി ലൈക്ലി ഇറ്റ് ഈസ് എ ഫീമെയിൽ എന്ന് പറയും. അവിടെയാണ് നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ വരുന്നത്. സോ നമ്മൾക്ക് ഇവിടെ കിട്ടിയ ആ മാക്സിമം ലൈക്ലി അല്ലെങ്കിൽ മാക്സിമം ആയിട്ട് നമ്മൾ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിച്ച ആ ടേം എന്ന് പറയുന്നത് ഇവിടുത്തെ ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. ആ ഡെൻസിറ്റി ഫംഗ്ഷനാണ് നമ്മളെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. സോ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ PDF ഫംഗ്ഷൻ. PDF എന്ന് പറയുന്നത് 1/2π√σ e⁻⁻x - μ the whole square divided by 2 sigma square എന്ന് പറയുന്ന ഫോർമുലയാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ആയിട്ട് ഉപയോഗിച്ചത്. ഈ ഫംഗ്ഷൻ തന്നെയാണ് ഇവിടുത്തെ ഈ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓരോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫീമെയിൽസ് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മ്യൂ ഉണ്ടാവും, ഒരു സിഗ്മ ഉണ്ടായിരിക്കും. മെയിൽസ് ഡിസ്ട്രിബ്യൂഷൻ കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു മ്യൂവും വേറൊരു സിഗ്മ ഉണ്ടായിരിക്കും. അത് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് വാല്യൂസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഫീമെയിൽസിലാണ്. അതുകൊണ്ടാണ് നമ്മളുടെ പ്രൊഡക്ഷൻ ഫീമെയിൽ ആണ് എന്ന് നമ്മൾ പറയാൻ കാരണം. സോ 172 കറസ്പോണ്ടിങ് ആയിട്ട് ഫീമെയിൽസിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് ലൈക്ലി ഫംഗ്ഷൻ ഫോർ ഫീമെയിൽ ഡിസ്ട്രിബ്യൂഷൻസ് അറ്റ് x = 172 ഈ മോർ ദാൻ ദ ലൈക്ലിഹുഡ് ഫങ്ഷൻസ് ഫോർ ദ മെയിൽ കാൻഡിഡേറ്റ് എന്ന് നമുക്ക് പറയാം. സോ എന്താണ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നമ്മൾ അവിടെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ആ ഡെൻസിറ്റി ഫംഗ്ഷൻ, അതാണ് ടൈം ബീയിങ് നമ്മളുടെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ 170 centimeter നമുക്ക് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, അത് ഫീമെയിൽസ് കാൻഡിഡേറ്റ്സിലാണ് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഫോർ എ ഫീമെയിൽ
given height 172 ഉണ്ട്, likelihood function for male given height is equal to 172 ഉണ്ട്. So നമുക്ക് likelihood for function for a female given h is equal to 172 ഉണ്ട്, ആൻഡ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഫോർ എ മെയിൽ ഗിവൺ h is equal to 172 ഉണ്ട്. നമ്മളുടെ പ്ലോട്ട് അല്ലെങ്കിൽ probability distribution function പ്രകാരം L function for the female is more than L function for the male, particularly at h is equal to 170. ഈ h മാറുന്നതനുസരിച്ച് ലൈക്ലിഹുഡ് ഫംഗ്ഷൻസ് മാറിക്കൊണ്ടിരിക്കും. 172 സെന്റിമീറ്ററിൽ അത് കൂടുതൽ ഫീമെയിൽസിനാണ്, അതുകൊണ്ട് ആ ഹൈറ്റ് വിൽ മോസ്റ്റ് ലൈക്ലി ബിലോങ്സ് ടു ഫീമെയിൽ എന്ന് നമുക്ക് ഈ പർട്ടിക്കുലർ എക്സാമ്പിളിൽ പറയാൻ പറ്റും. So to the left of the intersection, the female curve is above the male curve. നമ്മൾ കണ്ടു ഫീമെയിൽ കർവും എബോവ് ഈ 172 നോക്കുമ്പോൾ 172 ലെഫ്റ്റിലേക്ക് വരിക, അവിടെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻസ് ഫീമെയിൽസിലാണ് നമുക്ക് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ടു ദ റൈറ്റ് ഓഫ് ദ ഇന്റർസെക്ഷൻ ദ മെയിൽ കർവ് ഈസ് എബവ് ദ ഫീമെയിൽ കർവ്, ദെയർഫോർ എനി ഹൈറ്റ് ഇൻ ദിസ് റീജിയൻ ഈസ് ക്ലാസിഫൈഡ് ആസ് മൈൽ. സോ നമ്മളുടെ ഈ പർട്ടിക്കുലർ എക്സാമ്പിൾ 172 പകരം ഒബ്സർവ്ഡ് ഹൈറ്റ് 185 ആണ് എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 188 ആണ് എന്ന് വിചാരിക്കും. സോ 188ലേക്ക് പോകുമ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ലൈക്ലിഹുഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് വി ഹാവ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഫോർ ഫീമെയിൽ, likelihood function for female given height is equal to 188, and likelihood function for male plot for h is equal to 188. രണ്ടും നമുക്ക് ഫിഗേഴ്സ് ഉണ്ട്, കമ്പയർ ചെയ്യുമ്പോൾ likelihood function for a female is here, likelihood functions for a male is here. So മെയിലിന്റെ likelihood function അല്ലെങ്കിൽ probability distribution എന്ന് പറയുന്നത് more than ഫീമെയിൽ. സോ 188 സെന്റിമീറ്റർ എന്ന് പറയുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് ലൈക്ലി that candidate is a male. 172 എന്ന് പറയുന്ന ഹൈറ്റ് മോസ്റ്റ് ലൈക്ലി ദാറ്റ് ഈസ് എ ഫീമെയിൽ എന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. സോ നമ്മൾക്ക് ഈ ആവറേജ് ഈ പർട്ടിക്കുലർ റീജിയൻ്റെ ലെഫ്റ്റും റൈറ്റും നോക്കുമ്പോൾ ഹൈറ്റ് റൈറ്റിലേക്കാണ് വരുന്നതെങ്കിൽ അത് മെയിൽസ് പ്രൊഡിക്ഷൻസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. ലെഫ്റ്റിലേക്കാണ് നമ്മൾ സെലക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 155 സെന്റിമീറ്റർ ഉള്ള ബോയ് ഉണ്ട്, 155 സെന്റിമീറ്റർ ഉള്ള ഗേളും ഉണ്ട്. ബട്ട് മോസ്റ്റ് പ്രോബബ്ലി ദാറ്റ് ഹൈറ്റ് ഈസ് ബിലോങ്സ് ടു എ ഗേൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇതാണ് നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ സമ്മറി, ലെസ് ദാൻ 172 ആണെങ്കിൽ അത് ഫീമെയിൽ ആണ്, നമ്മൾ ക്ലാസിഫിക്കേഷൻ ഫീമെയിൽ ആയിട്ട് എടുക്കും. ദ ഹൈറ്റ് ഈസ് മോർ ടിപ്പിക്കൽ ഓഫ് ദ ഫീമെയിൽ ഡിസ്ട്രിബ്യൂഷൻ. മോർ ദാൻ 172 ആണ് വരുന്നതെങ്കിൽ മോസ്റ്റ് ടിപ്പിക്കൽ ഓഫ് എ മെയിൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതാണ് നമ്മളുടെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ്റെ ബേസിക് എന്ന് പറയുന്നത്. സ്റ്റിൽ ഇത് എല്ലാ പ്രോസസ് വിൽ സി. So imagine you are a statistician working for a national public health institute. നമുക്ക് ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ എടുക്കാം. നമ്മൾ ഒരു നാഷണൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു സർവേ അല്ലെങ്കിൽ ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു വിചാരിക്കാം. ദി ഗവൺമെൻറ് ഹാസ് ടാസ്ക്ഡ് യു വിത്ത് ഡിറ്റർമിനിങ് ദ ആവറേജ് ഹൈറ്റ് ഓഫ് ഓൾ അഡൽട്ട് വുമൻ ഇൻ ദ കൺട്രി. നമ്മളുടെ കൺട്രിയുടെ ആവറേജ് വുമൻസ് ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ സർവേയിലാണ് നമ്മളുള്ളത്. ഇറ്റ് ഈസ് practically and financially impossible to measure the height of every single adult woman in the country. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, എൻ്റയർ പോപ്പുലേഷൻസിൻ്റെ പാരാമീറ്റേഴ്സ് നമ്മൾ ഒരിക്കലും സ്റ്റഡി ചെയ്യില്ല. ഇൻസ്റ്റെഡ് വി വിൽ കോൺസെൻട്രേറ്റ് ഇൻ ടു എ സാമ്പിൾ. So entire population is what we want to understand. It is true population distributions. നമുക്ക് entire സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ കൺട്രിയുടെ പോപ്പുലേഷൻസ് ആണ് വേണ്ടത്. ഇറ്റ്സ് എ ട്രൂ ആവറേജ് ഹൈറ്റ് mu, the unknown value we want to discover. സോ അത് സ്റ്റഡി ചെയ്യുന്നതിന് മുൻപും സ്റ്റഡി ചെയ്തതിന് ശേഷവും രണ്ട് വാല്യൂസ് ആയിരിക്കും. ആദ്യം നമ്മൾ ആ സാമ്പിൾസിൻ്റെ പാരാമീറ്റേഴ്സിന് നമ്മൾ ആക്ച്വലി കണ്ടുപിടിക്കും. സപ്പോസ് വി ഹാവ് റിസോഴ്സസ് ടു അക്യുറേറ്റ്ലി മെഷർ ദ ഹൈറ്റ്സ് ഓഫ് 5000 റാൻഡംലി സെലക്ടഡ് അഡൽട്ട് വുമൻ. സോ നമ്മൾക്ക് എൻ്റയർ കൺട്രിയുടെ വുമൻസിൻ്റെ ആവറേജ് ഹൈറ്റ് ആണ് വേണ്ടത്. സോ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്ത 5000 പീപ്പിൾസിൻ്റെ 5000 ലേഡീസിൻ്റെ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ അത് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്നാകാം, അല്ലെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ടഡ് ടു എമംഗ് ദ ഡിഫറെൻറ്റ് പോയിന്റ്സ് ഓഫ് ദ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ദ കൺട്രി ആകാം. ഡിപ്പെൻസ് ഓൺ നമുക്ക് എൻ്റയർ പോപ്പുലേഷനിൽ നിന്ന് ഈ 5000 കാൻഡിഡേറ്റ്സും ഈ നമ്മുടെ പോപ്പുലേഷൻസിൽ തന്നെ ഉള്ളതാണ്. നമ്മളുടെ രാജ്യത്ത് നിന്നുള്ള 5000 പേര് തന്നെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. എവിടെ നിന്നാണ് എങ്ങനെയാണോ ഒന്നും അറിഞ്ഞുകൂടാ. ഇറ്റ് ഈസ് പ്യുവർലി റാൻഡം. ഓക്കെ, സോ നമുക്ക് 5000 ആൾക്കാരുടെ ഡീറ്റെയിൽസ്, അവരുടെ ഹൈറ്റും കംപ്ലീറ്റ് ഹിസ്റ്ററിയും നമ്മുടെ കയ്യിലുണ്ട്. സോ യൂസിങ് ദി സാമ്പിൾ ഡേറ്റ, ആ ഡേറ്റ ഉപയോഗിച്ച് വി നീഡ് ടു മേക്ക് ദ ബെസ്റ്റ് പോസിബിൾ ഗസ് അബൌട്ട് ദ ട്രൂ നാഷണൽ ആവറേജ്. സോ ആ സാമ്പിൾ ഡേറ്റ ഉപയോഗിച്ച് നാഷണൽ ആവറേജ് എത്രയാണ്, നാഷണൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. ദിസ് ഈസ് ദ ഫണ്ടമെൻ്റൽ പ്രോബ്ലം ദാറ്റ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ സോൾവ്സ്. സോ നമ്മൾ ഈ എൻ്റയർ പോപ്പുലേഷൻസിൻ്റെ
സാമ്പിൾ വാല്യൂസ് എൻ്റെ പോപ്പുലേഷൻസിൻ്റെ പാരാമീറ്റേഴ്സ്, ഇവിടുത്തെ പാരാമീറ്റേഴ്സ് മ്യൂ ആൻഡ് സിഗ്മ, വട്ട് എവർ പാരാമീറ്റേഴ്സ് വി ആർ എസ്റ്റിമേറ്റിംഗ് യൂസിങ് ദ പോപ്പുലേഷൻസ് സാമ്പിൾ പാരാമീറ്റേഴ്സ്. ഈ സാമ്പിൾ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് ഇങ്ങോട്ട് എൻ്റെ പോപ്പുലേഷൻസിൻ്റെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുന്ന ഈ പ്രോസസ്സാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ആ എസ്റ്റിമേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ അവിടെയാണ് നമ്മൾ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻസിൻ്റെ പവർ വരിക. So to first answer to the problem, start by plotting the 5,000 heights from the survey on a histogram. So നമ്മൾ ചെയ്യാൻ പോകുന്നത് 5,000 കാൻഡിഡേറ്റ്സിൻ്റെ ഹൈറ്റ്സ് നമുക്കുണ്ട്. സോ നമുക്ക് 150 സെൻറ്റിമീറ്റർ ഉള്ള ഒരു 2,283 ഉണ്ട്, 148 സെൻറ്റിമീറ്റർ ഉള്ള 1,200 ഉണ്ട്, 1,200 ആൻഡ് 850 റീസണബിൾ വാല്യൂസ് നമ്മൾ എടുക്കുക. അതുപോലെ 152 സെൻറ്റിമീറ്റർ ഉള്ള ഒരു 848 ഉണ്ട്, 144 ഉള്ളത് കുറേ നമ്പേഴ്സ് ഉണ്ട്, 154 ഉള്ള കുറേ നമ്പേഴ്സ് ഉണ്ട്. ഇങ്ങനെ കറക്റ്റ് ഹൈറ്റ് നമ്മൾ മാക്സിമം എല്ലാ 5,000 കാൻഡിഡേറ്റ്സിൻ്റെയും ഹൈറ്റ് ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിനെ ഒരു ഹിസ്റ്റോഗ്രാമിലേക്ക് നമ്മൾ പ്ലോട്ട് ചെയ്യും. സോ ഹിസ്റ്റോഗ്രാമിലേക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 150 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഡെൻസിറ്റി, 152 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഡെൻസിറ്റി, 154 സെൻറ്റിമീറ്റർ ഉള്ള ഡെൻസിറ്റി, 148 സെൻറ്റിമീറ്റർ ഉള്ള വേറെ ഡെൻസിറ്റി, 144 ഉള്ള വേറെ ഡെൻസിറ്റി. ഇതെല്ലാം നമ്മൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് കിട്ടിയ പ്ലോട്ടാണ് നമ്മളെ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഈ ഹിസ്റ്റോഗ്രാം പ്ലോട്ട് നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെയിരിക്കും. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ഡിസ്ട്രിബ്യൂഷൻ, ഈ പ്ലോട്ട് ഈസ് ഓൾസോ ലുക്സ് ലൈക്ക് എ നോർമൽ ഡിസ്ട്രിബ്യൂട്ടഡ് PDF ഫംഗ്ഷൻ. ഓക്കെ, സോ നമുക്കറിയാവുന്ന കാര്യമാണ്. സോ നമ്മളങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ആ പ്ലോട്ടിങ് നമ്മൾ PDF-ലേക്ക് മാറ്റുമ്പോൾ, ഡെൻസിറ്റിയിലേക്ക് മാറ്റുമ്പോൾ 10⁻² വന്നിരിക്കുന്നത്. ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പീപ്പിൾസ് ഒക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ 1/2π√σ e⁻⁻(x−μ²2 σ² ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട് കിട്ടി. നമുക്കറിയാം അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ടിൻ്റെ ആവറേജ് നമുക്ക് തന്നിട്ടുണ്ട്. സിഗ്മ എന്ന് പറയുന്നത് 10 ആണ്, മ്യൂ എന്ന് പറയുന്നത് 150 ആണ്. സോ നമ്മളുടെ സാമ്പിളിൽ നിന്ന് കിട്ടിയ ഡാറ്റ പ്രകാരം ആ ഡേറ്റ വെച്ചിട്ട് ആവറേജ് ഹൈറ്റ്സ് ഓഫ് ദ ലേഡീസ് ഇൻ ദ സാമ്പിൾ എന്ന് പറയുന്നത് 150 സെൻറ്റിമീറ്റർ ആണ്. സോ നമ്മൾ സാമ്പിളിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ സാമ്പിൾ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ സാമ്പിൾ ഡാറ്റയാണ് എൻ്റയർ പോപ്പുലേഷൻസിൻ്റെ ഡാറ്റയെ കണ്ടുപിടിക്കാനായിട്ട് നമുക്കുള്ളത്. സോ നമ്മൾ MLE-യിലേക്ക്, മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്ററിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ ഫിഗേഴ്സ് ആൻഡ് വാല്യൂസ് ആണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതുപയോഗിച്ച് നമ്മളുടെ നേഷൻ്റെ ലേഡീസിൻ്റെ ആവറേജ് ഹൈറ്റും അല്ലെങ്കിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണോ അതെല്ലാം നമുക്ക് കണ്ടുപിടിക്കണം ബൈ ദ എസ്റ്റിമേഷൻ പ്രോസസ്. So given a specific sample of 5,000 heights, what is the most plausible average height for the entire national population? So MLE-ക്ക് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ 5,000 സാമ്പിൾസ് ഹൈറ്റ്സ് ഉപയോഗിച്ച് നാഷണാലിറ്റി, നമ്മളുടെ എൻറ്റയർ നേഷൻ്റെ ലേഡീസിൻ്റെ ആവറേജ് ഹൈറ്റ് എത്രയാണ്? വാട്ട് സിംഗിൾ വാല്യൂ ഓഫ് മ്യൂ മേക്സ് ദ ഒബ്സർവ്ഡ് സാമ്പിൾ ഡാറ്റ മോസ്റ്റ് ലൈക്ലി? സോ നമ്മൾ സെലക്ട് ചെയ്ത അല്ലെങ്കിൽ സാമ്പിളിൻ്റെ ആവറേജ് ഹൈറ്റ് 150 ആണ്. നമ്മൾ 155 ഹൈറ്റ്സ് ആണ് നമ്മൾ നാഷണലിൻ്റെ എൻ്റയർ നാഷണലിൻ്റെ ആവറേജ് ഹൈറ്റ് ആണെങ്കിൽ അത് നമ്മളുടെ സാമ്പിൾ ഡേറ്റയായിട്ട് എത്രമാത്രം മോസ്റ്റ് ലൈക്ലി, എത്രമാത്രം അത് കമ്പാരറ്റബിൾ ആണ്? MLE will help to find the center of the true national bell curve that is most consistent with the sample collected value. സോ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്ത വാല്യൂസ് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട് ഉണ്ട്. അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് 150 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എൻ്റെ നേഷൻ്റെ പ്ലോട്ട് കണ്ടുപിടിക്കാൻ പോവാണ്. ആ പ്ലോട്ട് ആവറേജ് വരുന്നത് 155-ലാണോ അതോ 148-ലാണോ അതോ 140-ലാണോ? എവിടെയാണ് ഇത് ഹൈറ്റ് വരുന്നത്? ഈ രണ്ടും കമ്പയർ ചെയ്യുന്ന രീതിയിലാണോ? നമ്മൾ 130 ആണ് ആവറേജ് ഹൈറ്റ് ഓഫ് ദ നേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷനായിട്ട് അത് ഒരുപാട് ഡിഫറൻസ് ഉണ്ടോ? എങ്ങനെയൊക്കെ ഡെൻസിറ്റിയിലുള്ള വ്യത്യാസങ്ങളാണ് അവിടെ വരാൻ പോകുന്നത്? തുടങ്ങിയ റിസൾട്ടിനെ കുറിച്ചാണ് MLE ഡിസ്കസ് ചെയ്യുന്നത്. സോ MLE നമുക്ക് മാനുവലി ആയിട്ടാണ് നമുക്ക് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. സോ നമ്മളുടെ പ്രോസസ് ഈസ് മാനുവൽ. പ്രൊപ്പോസ് എ കാൻഡിഡേറ്റ് ഫോർ ദ നാഷണൽ ആവറേജ്. സോ നമ്മളത് പ്രൊപ്പോസ് ചെയ്തു. നമ്മൾക്ക് നാഷണൽ ആവറേജ് കിട്ടിയിരിക്കുന്നത് 150 സെൻറ്റിമീറ്റർ, സാമ്പിൾ ആവറേജ് കിട്ടിയിരിക്കുന്നത് 150 സെൻറ്റിമീറ്റർ ആണ്. അതാണ് നമ്മളുടെ ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്. സ്റ്റാർട്ട് വിത്ത് എ ഹൈപ്പോത്തസിസ് മോഡൽ, പ്രൊപ്പോസ് എ കാൻഡിഡേറ്റ് മോഡൽ. വാട്ട് ഇഫ് ദ ട്രൂ നാഷണൽ ആവറേജ് ഹൈറ്റ് ഓഫ് ദ വുമൻ ഈസ് 165 സെൻറ്റിമീറ്റർ? സോ നമ്മൾക്ക് ഒരു AI മോഡലുണ്ട് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലുണ്ട്. ആ മോഡൽ ഉപയോഗിച്ച് നമ്മൾ ഒരു നാഷൻ്റെ
പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പ്ലോട്ട് ചെയ്യാണ്. ആ പ്ലോട്ട് ചെയ്തപ്പോൾ നമ്മൾക്ക് കിട്ടിയത് നമ്മളുടെ അസംഷൻസ്, നമ്മളുടെ കാൽക്കുലേഷൻസ് ഒക്കെ അത് തെറ്റാകാം, ശരിയാകാം. അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ആവറേജ് ഹൈറ്റ് ഓഫ് ദ നേഷൻ എന്ന് പറയുന്നത് 165 സെന്റിമീറ്റർ ആണ്. ദിസ് അസംഷൻസ് ഗിവ്സ് എസ് ബെൽ കർവ് സെന്റേഡ് അറ്റ് 165 സെന്റിമീറ്റർ. നമ്മൾ അസ്യൂം ചെയ്ത മോഡൽ അത് അല്ലെങ്കിൽ പ്രൊഡിക്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഏതോ ഒരു ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ എസ്റ്റിമേറ്റർ, ആ എസ്റ്റിമേറ്ററിലേക്ക് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 165 ആണ്. ആക്ച്വലി നമ്മളെ സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇത് ലൈക്ലിഹുഡ് കൺസെപ്റ്റ് അനുസരിച്ച് ശരിയാണോ എന്നാണ് നമുക്ക് നോക്കുന്നത്. സോ ഇതാണ് നമ്മളെ പ്ലോട്ട് വരിക. 165 സെന്റിമീറ്ററിൽ നമുക്ക് ഒരു പീക്ക് ഹൈറ്റ് കൂടി, മീൻസ് നമ്പർ ഓഫ് പോപ്പുലേഷൻ്റെ സൈസ് കൂടി. ഇതാണ് നമ്മളെ സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ്റെ ആവറേജ് ഹൈറ്റ് 150 ആണ്. നമ്മൾ എസ്റ്റിമേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച എസ്റ്റിമേറ്ററിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ടെക്നിക് ഉപയോഗിച്ച് നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയത് 165 സെന്റിമീറ്റർ ആവറേജ് വരുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇവാലുവേറ്റ് ദ കാൻഡിഡേറ്റ്സ് വിത്ത് ലൈക്ലിഹുഡ്. നമ്മളുടെ സാമ്പിൾ ഡേറ്റയിൽ നമുക്ക് 5000 കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. സോ 5000 കാൻഡിഡേറ്റ്സിൽ ആദ്യത്തെ ആള് ആമി എന്ന് പറയുന്ന ഒരു ലേഡിയാണെന്ന് വിചാരിക്കാം. ആ ലേഡിയുടെ ഹൈറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഡേറ്റ പ്രകാരം അത് 155 സെന്റിമീറ്റർ ആണ്. സോ നമ്മൾ എന്താ ചെയ്യുന്നത്, 155 സെന്റിമീറ്റർ നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ കണ്ടതുപോലെ 155 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കും. 155 സെന്റിമീറ്ററിൽ ഇവിടെ ഈ കിട്ടിയ ഈ എസ്റ്റിമേറ്റ് വാല്യൂ, അതിനെയാണ് നമ്മളുടെ ഫീമെയിൽ, ഇതാണ് നമ്മുടെ സാമ്പിളിന്റെ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. സോ ഈ ലൈക്ലിഹുഡ്, ഇവിടുത്തെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, നൗ ആമിയുടെ തന്നെ നാഷണൽ ഡിസ്ട്രിബ്യൂഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈക്ലിഹുഡ് എന്ന് പറയുന്നത് ഇവിടെയാണ്. നൗ വേറൊരു കാൻഡിഡേറ്റ് ഉണ്ട്, സുധ എന്ന് പറയുന്ന ഒരു ഫീമെയിൽ. ആ ഫീമെയിലിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 168 സെന്റിമീറ്റർ ആണ്. സോ 168 സെന്റിമീറ്ററിൽ നമ്മൾ വീണ്ടും കണ്ടുപിടിക്കും ഇവിടുത്തെ ലൈക്ലിഹുഡ് ഫംഗ്ഷനും ഇവിടുത്തെ ലൈക്ലിഹുഡ് ഫംഗ്ഷനും കണ്ടുപിടിക്കും. ഓക്കെ, സോ ഈ ഓരോ ലൈക്ലിഹുഡ് ഫംഗ്ഷൻസും നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ സാമ്പിൾ സെറ്റിലുള്ള 5000 കാൻഡിഡേറ്റ്സിന്റെയും ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈക്ലിഹുഡ് ഫംഗ്ഷൻ നമ്മൾ കണ്ടെത്തും. സോ 150 സെന്റിമീറ്ററിലേക്ക് നോക്കുമ്പോൾ നമ്മൾ നാഷണൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് നോക്കുമ്പോൾ 155 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടുത്തെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻസ് സ്മോൾ വാല്യൂ ആണ്. ഇവിടുത്തെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻസ് സ്മോൾ വാല്യൂ ആണ് കമ്പയർഡ് ടു സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻസ്. സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് നോക്കുമ്പോൾ ഇവിടുത്തെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ സ്മോൾ ആണ്. സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് നോക്കുമ്പോൾ ഇവിടുത്തെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻസ് ലോ ആണ്. സോ നമ്മൾ അസ്യൂം ചെയ്ത മോഡലിന്റെ 165 ആണ് സാമ്പിൾസ് അല്ലെങ്കിൽ നാഷണലിന്റെ ആവറേജ് ഹൈറ്റ് എന്നുള്ള അസംഷനിൽ വെച്ച പ്ലോട്ട് പ്രകാരം നമ്മളുടെ ലിസ്റ്റിലുള്ള 5000 കാൻഡിഡേറ്റ്സിന്റെയും മെഷർമെന്റിന് കറസ്പോണ്ടിങ് ആയ ലൈക്ലിഹുഡ് വാല്യൂ സാമ്പിൾ വാല്യൂസിന്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ആയിട്ട് നോക്കുമ്പോൾ വളരെ സ്മോൾ വാല്യൂസ് ആണ് നമുക്ക് കിട്ടുക. Now imagine that the most of the 5000, അപ്പോൾ നമ്മൾ ഈ 5000 കാൻഡിഡേറ്റ്സിന്റെയും നമ്മളുടെ ലിസ്റ്റിലുള്ള 5000 കാൻഡിഡേറ്റ്സിന്റെയും ഈ രണ്ട് സാമ്പിൾ വാല്യൂ, ഓരോ ഇൻഡിവിജ്വൽസിന്റെയും സാമ്പിൾ വാല്യൂ ആയിട്ടുള്ള ലൈക്ലിഹുഡും നാഷണൽ ലൈക്ലിഹുഡും കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ 5000 കാൻഡിഡേറ്റ്സിന്റെയും നാഷണൽ ലൈക്ലിഹുഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ സാമ്പിൾ ലൈക്ലിഹുഡ് ആണ്. സോ ഏറ്റവും അല്ലെങ്കിൽ നമ്മൾ 165 ആണ് ആവറേജ് എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സാമ്പിളുള്ള ഡേറ്റയായിട്ട് അത് തീരെ മാച്ച് ചെയ്യുന്നില്ല എന്നർത്ഥം. സോ നമ്മൾക്ക് ടോട്ടൽ ലൈക്ലിഹുഡ് നമുക്ക് കിട്ടും. ടോട്ടൽ ലൈക്ലിഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ലൈക്ലിഹുഡ് നമ്മളുടെ നാഷണൽ ലൈക്ലിഹുഡിന്റെ പ്രൊഡക്റ്റ് ആണ്. സോ ഇവിടെ ഇതാണ് ഒന്നാമത്തെ കാൻഡിഡേറ്റ്, ഇതാണ് രണ്ടാമത്തെ കാൻഡിഡേറ്റ്, മൂന്നാമത്തെ കാൻഡിഡേറ്റ്, നാലാമത്തെ കാൻഡിഡേറ്റ്. സോ ദിസ് ലൈക്ലിഹുഡ് ഇൻറ്റു, അതായത് ഈ മാക്സിമം നമുക്ക് ഇവിടെ കിട്ടുന്ന ഡെൻസിറ്റി ഫംഗ്ഷൻ, ആ വാല്യൂ ഇൻറ്റു ദിസ് വാല്യൂ ഇതെല്ലാം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകും. ഇതെല്ലാം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ടോട്ടൽ ഒരു റിസൾട്ട്, അതിനെയാണ് നമ്മൾ ആ പർട്ടിക്കുലർ 165 സെന്റിമീറ്റർ കറസ്പോണ്ടിങ് ആയ ലൈക്ലിഹുഡ് വാല്യൂ എന്ന് പറയുന്നത്. സോ ലൈക്ലിഹുഡ് വാല്യൂ വളരെ ചെറുതാണ്. സോ നമ്മൾ എന്താ ചെയ്യുക, 165 അല്ല, മേ ബി ദ ആക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ നേഷൻ മേ സെൻറ്റേഡ് അറ്റ് 160. നമ്മൾ അതായത് വേറൊരു മോഡൽ ട്രൈ ചെയ്യും. 160 സെന്റിമീറ്റർ നമ്മൾ വേറൊരു പ്ലോട്ട് ഇങ്ങനെ അസ്യൂം ചെയ്യും. ഓക്കെ, സോ ആ പ്ലോട്ടിലും നമ്മൾ സാമ്പിൾ ഡാറ്റ സെറ്റിലുള്ള 5000 കാൻഡിഡേറ്റ്സിന്റെയും ലൈക്ലിഹുഡ് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കും. ആ ലൈക്ലിഹുഡ് വാല്യൂവും ടോട്ടൽ വാല്യൂ എത്രയുണ്ടെന്ന് നമുക്ക് നോക്കും. സോ നോക്കുമ്പോൾ ലൈക്ലിഹുഡ് ഓരോ ആവറേജ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയ ലൈക്ലിഹുഡ് നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് ആയിരിക്കും കിട്ടുക.
സോ ഇമാജിൻ നമ്മൾ 165 സ്യൂട്ട് ആവുന്നില്ല. അതിൽ ടോട്ടൽ ലൈക്ലിഹുഡ് നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു ലൈക്ലിഹുഡാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളുടെ സാമ്പിൾ ഡിസ്ട്രിബ്യൂഷനായിട്ട് നമ്മൾ അസ്യൂംഡ് മോഡലിന്റെ ഡിസ്ട്രിബ്യൂഷൻ തീരെ മാച്ച് അല്ല. സോ അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഫോർ 150 സെന്റിമീറ്റർ തന്നെയാണ് നമ്മളുടെ ഇതാണ് നമ്മുടെ സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നാഷണൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് 150 സെന്റിമീറ്റർ തന്നെയാണ് വരുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, സോ 150 സെന്റിമീറ്ററിലേക്ക് വരെ നോക്കുമ്പോൾ ഇതാണ് നാഷണലിന്റെ ഒരു 145 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ളത്. ഇത് സാമ്പിളിന്റെ ലൈക്ലിഹുഡ്. ദെൻ ഇവിടെ നാഷണൽ ലൈക്ലിഹുഡ്. സോ ഇവിടെ വെച്ച് നോക്കുമ്പോൾ നാഷണൽ ലൈക്ലിഹുഡ് ഓരോ കാൻഡിഡേറ്റ്സിന്റെയും നാഷണൽ ലൈക്ലിഹുഡ് എന്ന് പറയുന്നത് സാമ്പിൾ ലൈക്ലിഹുഡിനേക്കാളും വളരെ കൂടുതലാണ്. So total likelihood for the entire sample under this model would be too low. The model mu equal to 160 centimeter, the observed data look incredibly improbable. നമ്മൾ 165ലേക്ക് എടുത്ത ഡാറ്റ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ ലൈക്ലിഹുഡ് വളരെ കുറവാണ് കമ്പയർഡ് ടു ദ ലൈക്ലിഹുഡ് അറ്റ് 150. നമ്മളെ നാഷണൽ കമ്മ്യൂണിറ്റിയുടെ ആവറേജ് ഹൈറ്റ് 150 ആണെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും സാമ്പിൾ ലൈക്ലിഹുഡും നാഷണൽ ലൈക്ലിഹുഡ് പീക്ക് ചെയ്യുന്നതായിട്ട് കാണാം. സോ ഈ വാല്യൂസ് എല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ടോട്ടൽ ലൈക്ലിഹുഡ് 165 കിട്ടിയ ലൈക്ലിഹുഡിനേക്കാൾ വളരെ കുറവാണ്. സോ ലൈക്ലിഹുഡ് അറ്റ് 165 സെന്റിമീറ്റർ എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ട് നമ്മൾ ആ മോഡലിനെ റിജക്ട് ചെയ്യും. ദാറ്റ് മോഡൽ ബിക്കം ഇൻക്രെഡിബിളി ഇംപ്രോബിൾ എന്ന് നമുക്ക് കാണാൻ പറ്റും. So now propose a new candidate based data. So the previous model is terribly fit. So try a new candidate that seems to match the data. What if the two national average is actually much lower than? So നമ്മൾ ആദ്യം നമ്മൾ 150 സെന്റിമീറ്ററിൽ കറസ്പോണ്ടിങ് ആയ ഒരു ലൈക്ലി ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. നമ്മൾ 165 സെന്റിമീറ്ററിൽ ഒരു മോഡൽ അസ്യൂം ചെയ്തു. 175 ഒരു മോഡൽ അല്ലെങ്കിൽ 165 ഒരു മോഡൽ അസ്യൂം ചെയ്തു. ദെൻ 150 ഒരു മോഡൽ അസ്യൂം ചെയ്തു. ഇത് ഹൈറ്റ് കൂടുതലുള്ള നാഷണൽ മോഡലാണ്. ദെൻ 150 സെന്റിമീറ്ററിന് പകരം അതിനേക്കാൾ താഴെയുള്ള ഒരു 130 സെന്റിമീറ്ററിൽ നമ്മൾ വേറൊരു മോഡൽ അസ്യൂം ചെയ്തു. സോ ഇതാണ് നമ്മളെ ഒറിജിനൽ സാമ്പിളിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ഇത് 165ന്റെ, ഇത് 150യുടെ, ഇത് 130യുടെ. 130ലേക്ക് നോക്കുമ്പോഴും ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയ നാഷണൽ ആൻഡ് സാമ്പിൾ ലൈക്ലിഹുഡ് നോക്കുമ്പോൾ നാഷണൽ ലൈക്ലിഹുഡ് ഏറ്റവും പീക്കായിട്ട് വരുന്നത് നമുക്ക് ഒരേപോലെ ഒന്നൊന്നിന്റെ മുകളിൽ വെച്ചിരിക്കുന്നത് പോലുള്ള ഒരു അപ്പിയറൻസ് 150യിലാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. സോ 150യിൽ വെക്കുമ്പോൾ മാക്സിമം ലൈക്ലിഹുഡ് ഏറ്റവും നന്നായിട്ട്, അതായത് 155 സെന്റിമീറ്ററിൽ ഹൈറ്റ് ഉള്ള ഒരാളുടെ സാമ്പിൾ ലൈക്ലിഹുഡ്, 145 സെന്റിമീറ്റർ ഉള്ള ആളുടെ നാഷണൽ ലൈക്ലിഹുഡ്, 150 സെന്റിമീറ്റർ ഉള്ള ഒരാളുടെ സാമ്പിൾ ലൈക്ലിഹുഡ്, 150 സെന്റിമീറ്റർ ഉള്ള ഒരാളുടെ നാഷണൽ ലൈക്ലിഹുഡ്. രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നാഷണൽ ലൈക്ലിഹുഡ് കൂടുതലാണ്. നാഷണൽ ലൈക്ലിഹുഡ് ഈസ് മോർ ദാൻ സാമ്പിൾ ലൈക്ലിഹുഡ്. ഇത് അതുപോലെ തന്നെ നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻസ് ലെഫ്റ്റിലേക്ക് പോയാലും റൈറ്റിലേക്ക് പോയാലും ഈ ലൈക്ലിഹുഡ് വാല്യൂസ് കുറഞ്ഞു വരും. സോ അതിൻ്റെ അർത്ഥം നമ്മളുടെ ആവറേജ് നേഷണൽ ഹൈറ്റ്സും നമ്മളെ സാമ്പിളിന്റെ ആവറേജ് ഹൈറ്റ്സും ഏറ്റവും കൂടുതൽ മാച്ച് ആവുന്നത് രണ്ട് ഡിസ്ട്രിബ്യൂഷൻസും ഇതുപോലെ ഒന്നൊന്നിന്റെ മേളിൽ വരുന്നത് പോലെയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. സോ നൗ ഫോർ എ വുമൻ who is 150 centimeter tall, the Y value on the bell curve is at its maximum because she is right at the mean. For a woman who are 148 and 150 centimeter, Y values are also very high as they are close to the center. The heights in the sample are now all located under the high probability region of the curve. The total likelihood for the sample under this model is clearly higher than for the previous model. So നമ്മൾ നോക്കുമ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു സാമ്പിൾസിന്റെ ലൈക്ലിഹുഡ്, സാമ്പിൾസിന്റെ ഡിസ്ട്രിബ്യൂഷൻസ് 150യിലാണ് നമുക്ക് ആവറേജ് വരിക. സോ നമ്മൾ 148ലാണ് നമ്മളുടെ നാഷണൽ ആവറേജ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 152ലാണെന്ന് വിചാരിക്കുക. ഈ രണ്ട് കേസിലും അതുപോലെ 150യിലും ഈ 2-3 കേസിലും ലൈക്ലിഹുഡ് വാല്യൂസ് ഏറ്റവും കൂടുതലായിരിക്കും. ഏറ്റവും ടോപ്പ് നമുക്ക് ലൈക്ലിഹുഡ് കിട്ടുന്നത് 150 തന്നെയായിരിക്കും. അതിനേക്കാൾ കുറവ് കിട്ടുന്നത് 148ലും 152ലായിരിക്കും. അതിനേക്കാൾ കുറവ് കിട്ടുന്നത് 144ലും 154ലും ആയിരിക്കും. ലൈക്ക് വൈസ് ടു ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലൈക്ലിഹുഡ് വാല്യൂസ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ സെർച്ച് ഫോർ ദ മാക്സിമം, കണ്ടിന്യൂ ദിസ് പ്രോസസ്. സോ നമ്മൾ ആവറേജ് ഓഫ് ദ സാമ്പിൾ 150 എന്ന് കിട്ടി. നമ്മൾ ലൈക്ലിഹുഡ് ഫങ്ഷൻസ് ഉപയോഗിച്ച് ടോട്ടൽ ലൈക്ലിഹുഡ് ഫോർ മ്യൂ ഈസ് ഈക്വൽ ടു 165 കണ്ടെത്തി, മ്യൂ ഈസ് ഈക്വൽ ടു 160 കണ്ടെത്തി, മ്യൂ ഈസ് ഈക്വൽ, ഇതെല്ലാം നാഷണലാണ്, മ്യൂ ഈസ് ഈക്വൽ ടു 155 കണ്ടെത്തി, മ്യൂ ഈസ് ഈക്വൽ ടു 150 കണ്ടെത്തി, മ്യൂ ഈക്വൽ ടു 148 കണ്ടെത്തി,
മ്യൂ ഈക്വൽ ടു 144 കണ്ടെത്തി, മ്യൂ ഇസ് ഈക്വൽ ടു 144 കണ്ടെത്തി. ഇങ്ങനെ ഓരോ വാല്യൂസും അതുപോലെ 152ലും 154ലും എല്ലാ റേഞ്ചിലും എല്ലാ ഓരോ ആവറേജ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയ ടോട്ടൽ ലൈക്ലിഹുഡ് നമ്മൾ കണ്ടെത്തി. ഓക്കെ, ദ ലൈക്ലിഹുഡ് ഈസ് ദ ഹയസ്റ്റ് വെൻ മ്യൂ ഇസ് എക്സാക്ട്ലി അറ്റ് ദ സെന്റർ ഓഫ് ദ സാമ്പിൾ ഡേറ്റ. നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് സാമ്പിളിൻ്റെ ആവറേജും നമ്മളുടെ മോഡലിൻ്റെ ആവറേജും സെയിം ആകുമ്പോഴാണ്. മോഡൽ ആവറേജ് 150യും സാമ്പിൾ ആവറേജ് 150യും സെൻറ്ററാക്കി വെച്ച് നമ്മൾ ഇതുപോലെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സാമ്പിളാണ്, ഇത് നാഷണലാണ്. ഏറ്റവും സെൻട്രൽ ലൈക്കിലൂടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്, ഏറ്റവും മാക്സിമം കിട്ടുന്നത് നമ്മൾക്ക് ഈ രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് സെയിം ആവറേജ് സാമ്പിൾ, നമ്മളെടുത്ത സാമ്പിൾ ആവറേജും നാഷണൽ ആവറേജും സെയിം ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നത്, ഈ പർട്ടിക്കുലർ എക്സാമ്പിൾ കൂടുതലായിട്ട് കിട്ടുന്നത് എന്ന് കാണാൻ പറ്റും. അതായത് നമ്മൾ സ്റ്റഡി ചെയ്ത സാമ്പിൾ ഇസ് എക്സാക്ട്ലി ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ എൻ്റയർ നേഷൻ. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ എൻ്റയർ നേഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്, ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ഒരു സ്റ്റേറ്റാണ് നമ്മൾ സാമ്പിളിൽ എടുത്തത്. അപ്പോൾ അത് എൻ്റെ നേഷണൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതല്ല. ആൻഡ് സം അതർ സ്റ്റേറ്റ്സിലെ ഹൈറ്റ് കൂടിയ ആൾക്കാർ കൂടുതലുണ്ട്, നമ്മൾ അവിടെ പരിഗണിച്ചിട്ടില്ല. സോ അങ്ങനെ പല പ്രോബ്ലംസ് അവിടെ ഉണ്ടാകും. സോ നമ്മളിങ്ങനെ എസ്റ്റിമേറ്റ് ഉപയോഗിച്ച് ഏറ്റവും സ്യൂട്ടാവുന്ന രീതിയിലുള്ള വാല്യൂ എത്രയാണ് നമ്മൾ കണ്ടെത്തും. സോ ലൈക്ലിഹുഡിനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഹൈറ്റ് ഓഫ് ദ കർവ് ആണ് നമ്മൾ ലൈക്ലിഹുഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ലൈക്ലിഹുഡ് ഫോർ ആവറേജ് 150 ഉള്ളത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഇതാണ്. സിഗ്മ ഈസ് ഈക്വൽ ടു 10 ആണ്. അങ്ങനെയാണെങ്കിൽ ലൈക്ലിഹുഡ് ഫോർ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 160 ഗിവൺ മ്യൂ ഈസ് ഈക്വൽ ടു 150 സിഗ്മ ഈസ് ഈക്വൽ ടു 10 എന്ന് പറയുന്നത് മ്യൂ 150യും സിഗ്മ 10ഉം ആയിട്ടുള്ള ഒരു പ്ലോട്ട്. ആ പ്ലോട്ടിൽ 160ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഡെൻസിറ്റി ഫംഗ്ഷൻ, പ്രോബബിലിറ്റി ഡെൻസിറ്റി എഫക്ട്സ് ഓഫ് 160, ഇതാണ് ഈ പെർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ്റെ 160 എന്ന് പറയുന്ന ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയ ലൈക്ലിഹുഡ്. ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് എങ്ങനെ ലൈക്ലിഹുഡ് കിട്ടുക എന്നുള്ളത്. വേറൊരു പ്ലോട്ട് ഉണ്ട്, ആ പ്ലോട്ടിൽ ഇങ്ങനെയാണ് പോകുന്നത്. സോ 160ക്ക് കറസ്പോണ്ടിങ് ആയ അവിടുത്തെ ആ പ്ലോട്ടിന് കറസ്പോണ്ടിങ് ലൈക്ലിഹുഡ് എന്ന് പറയുന്നത് ഈ വാല്യൂ ആയിരിക്കും. സോ ഈ പർട്ടിക്കുലർ ഈ തന്നിരിക്കുന്ന ബ്ലൂ ഷെയ്ഡിലുള്ള പ്ലോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് 160 എന്ന് പറയുന്ന ഹൈറ്റിൻ്റെ ലൈക്ലിഹുഡ് ഈ വാല്യൂ ആണ്. നൗ ഫോർ എ സ്പെസിഫിക് ഹൈറ്റ്സ് 160 നമ്മൾ ലൈൻ വരച്ചു. ആ ലൈക്ലിഹുഡ് നമ്മളെ ലൈനിനെ ഗ്രാഫിനെ നമ്മുടെ പ്ലോട്ടിനെ ടച്ച് ചെയ്യുന്ന എവിടെയാണോ അവിടുത്തെ വൈ വാല്യൂ ആണ് അവിടുത്തെ ലൈക്ലിഹുഡ് എന്ന് പറയുന്നത്. ഈ വൈ വാല്യൂ ആണ് അവിടുത്തെ ലൈക്ലിഹുഡ്. അപ്പോൾ ഓരോ പ്ലോട്ടിനും നമുക്ക് ഓരോ പർട്ടിക്കുലർ ഹൈറ്റിന് ഓരോ ലൈക്ലിഹുഡ് വാല്യൂസ് ആയിരിക്കും കിട്ടുക. സോ നമുക്ക് ഓൾറെഡി പറഞ്ഞതുപോലെ വേറൊരു പ്ലോട്ട് ഉണ്ടെങ്കിൽ ഈ പ്ലോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് 160 ലൈക്ലിഹുഡ് ഇവിടെയാണ് കിട്ടുക, ഈ ഹൈറ്റ് ആണ് കിട്ടുക. ഓക്കെ, ഈ പ്ലോട്ടിന് കറസ്പോണ്ടിങ് ആയ ലൈക്ലിഹുഡ് ഈ ഹൈറ്റ് ആണ്, ഈ പ്ലോട്ടിന് കറസ്പോണ്ടിങ് ആയ ലൈക്ലിഹുഡ് ഈ ഹൈറ്റ് ആണ്. സോ നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഈ ആവറേജ് മാറുന്നതനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് കിട്ടും. ഇവിടുത്തെ ആവറേജ് എന്ന് പറഞ്ഞാൽ 175 ആണ്, ഇവിടുത്തെ ആവറേജ് എന്ന് പറയുന്നത് 152 ആണ്. ഓക്കെ, സോ ഓരോ ഹൈറ്റിനും ഓരോ പ്ലോട്ടിനും അല്ലെങ്കിൽ ഓരോ PDF ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ഹൈറ്റ്സിനും ഓരോ ലൈക്ലിഹുഡ് വാല്യൂസ് കിട്ടും എന്നാണ് അതിൻ്റെ മീനിങ്. സോ ഫോർ എ സ്പെസിഫിക് ആയിട്ട് 160 സെൻറ്റിമീറ്റർ നമ്മൾ വരച്ചു കഴിഞ്ഞു. ലൈക്ലിഹുഡ് എന്താണെന്നുള്ളത് കണ്ടു കഴിഞ്ഞു. മാത്തമാറ്റിക്കൽ ഡെഫിനേഷൻ എന്താണ് ലൈക്ലിഹുഡ് എന്ന് വെച്ചാൽ നമ്മൾ പാരാമീറ്റർ ഗിവൺ എ ഹൈറ്റ് ഈസ് ഈക്വൽ ടു ആ ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മളുടെ PDF ഫംഗ്ഷൻ്റെ ഫോർമുലയാണ് 1/2π√σ e⁻⁻ x minus mu the whole square divided by 2 sigma square. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് x ഈക്വൽ ടു 180 or 160 or 172 ഇത് വേണ്ടി നമ്മൾ കൊടുത്തു. ആ കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ്റെ ആവറേജും സിഗ്മ വാല്യൂസ് നമ്മൾ കൊടുത്തു. അവിടെ നിന്നെല്ലാം നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും അത് വെച്ചിട്ട് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ നമ്മൾ കണ്ടെത്തി. ഫോർ എക്സാമ്പിൾ നമ്മളുടെ മ്യൂ സിഗ്മ ഗിവൺ ഹൈറ്റ് ഈസ് ഈക്വൽ 160 എന്ന് പറയുന്നത് ആ ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. e⁻⁻ -160 minus mu divided by 2 sigma square കൊടുക്കുമ്പോൾ നമുക്ക് പർട്ടിക്കുലർ ഹൈറ്റും ലൈക്ലിഹുഡ് വാല്യൂസും കണ്ടുപിടിക്കാൻ പറ്റും മാത്തമാറ്റിക്കലി. സോ 2 പോയിന്റ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ 160യും 170. സോ നമ്മളുടെ 5000 കാൻഡിഡേറ്റ്സ് എന്ന് വിചാരിക്കുക. ആൻ എന്ന് പറയുന്ന കുട്ടിയുടെ ഹൈറ്റ് 160 സെൻറ്റിമീറ്റർ ആണ്. ദെൻ മേരി എന്ന് പറയുന്ന കുട്ടിയുടെ ഹൈറ്റ് 170 ആണ്. സോ ആൻഡ് കറസ്പോണ്ടിങ് ആയ ലൈക്ലിഹുഡ് എഫക്ട്സ് ഓഫ് 160 ആണ്. മേരി കറസ്പോണ്ടിങ് ആയ ലൈക്ലിഹുഡ് എന്ന് പറയുന്നത് എഫക്ട്സ് ഓഫ് 170 ആണ്. സോ നമ്മുടെ ഡേറ്റാ സെറ്റിലുള്ള 2 കാൻഡിഡേറ്റ്സ് ആണ്. ആ 2 കാൻഡിഡേറ്റ്സിൻ്റെയും ഹൈറ്റ് കൊടുത്തുകൊണ്ട് പെർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷനിലുള്ള ടോട്ടൽ ലൈക്ലിഹുഡ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ലൈക്ലിഹുഡിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ടോട്ടൽ ലൈക്ലിഹുഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് കാൻഡിഡേറ്റ്സിൻ്റെ
കാൻഡിഡേറ്റിന്റെ ലൈക്ലിഹുഡ് ഇൻറ്റു സെക്കൻഡ് കാൻഡിഡേറ്റിന്റെ ലൈക്ലിഹുഡ് എഫ് ഓഫ് എക്സ് വൺ ഇൻറ്റു എഫ് ഓഫ് എക്സ് ടു. അതുപോലെ മൂന്നാമതൊരു കാൻഡിഡേറ്റ് ഉണ്ട്, അയാൾ സേ 135 ആണെന്ന് വിചാരിക്കാം. അവിടെയും നമുക്ക് വേറൊരു ലൈക്ലിഹുഡ് വാല്യൂ കിട്ടും. സോ എഫ് ഓഫ് 135 കിട്ടി. സോ നൗ നമ്മുടെ ഡാറ്റാ സെറ്റിൽ 3 ആളുണ്ട്. സോ ടോട്ടൽ ലൈക്ലിഹുഡ് എന്ന് പറയുന്നത് മ്യൂ സിഗ്മ, ലൈക്ലിഹുഡ് സിമ്പിൾ ടൈം ബീങ് എൽ ആണ് കൊടുത്തിരിക്കുന്നത്. സോ എൽ എന്ന് പറയുന്നത് ഗിവൺ x1, x2, x3 എന്ന് പറയുന്നത് എഫ് ഓഫ് x1 ഇൻറ്റു എഫ് ഓഫ് x2 ഇൻറ്റു എഫ് ഓഫ് x3. ഇനി നാലാമതൊരു കാൻഡിഡേറ്റ്സ് ഉണ്ട്, അവരുടെയും ലൈക്ലിഹുഡ് കിട്ടും. സോ ലൈക്ലിഹുഡ് ബിക്കം ഇൻറ്റു എഫ് ഓഫ് x4. അപ്പോൾ എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും ലൈക്ലിഹുഡ്, അതിൻ്റെ പ്രോഡക്റ്റ്, അതാണ് ടോട്ടൽ ലൈക്ലിഹുഡ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ വേറൊരു പ്ലോട്ട് വരും, അവിടെയും ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ലൈക്ലിഹുഡ് നമ്മൾ കണ്ടെത്തും. അവരുടെ ഇൻഡിവിജ്വൽസിൻ്റെ ലൈക്ലിഹുഡിൻ്റെ പ്രൊഡക്റ്റ് എടുക്കും. സോ നമുക്ക് പ്ലോട്ട് 1ന്റെ ലൈക്ലിഹുഡ് ആദ്യം ഒരു വാല്യൂ കിട്ടി, ദെൻ വേറൊരു ഡിസ്ട്രിബ്യൂഷൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു ലൈക്ലിഹുഡ് കിട്ടി. ഇങ്ങനെ എല്ലാ ലൈക്ലിഹുഡ്സിൻ്റെയും കളക്ഷൻസ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ലൈക്ലിഹുഡ് ഫോർ n പോയിന്റ്സ് നമ്മൾ പറഞ്ഞതുപോലെ n പോയിന്റ്സ് ഉണ്ടെങ്കിൽ i ഈക്വൽ ടു 1 to n, ഓരോ പ്രോഡക്റ്റിൻ്റെയും ഓരോ ഇൻഡിവിജ്വൽ ലൈക്ലിഹുഡിൻ്റെയും പ്രൊഡക്റ്റ്, പൈ മീൻസ് പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മുടെ ടോട്ടൽ ലൈക്ലിഹുഡ് എന്ന് പറയുന്നത്. So if we have multiple independent points, point measurements x1 to xn, joint likelihood എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ലൈക്ലിഹുഡിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മുടെ ടോട്ടൽ ലൈക്ലിഹുഡ്, ജോയിന്റ് ലൈക്ലിഹുഡ് എന്ന് പറയുന്നത്. ഫോർ n ഫീമെയിൽ ഹൈറ്റ്സ് ഫോളോയിങ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് ഓൾറെഡി പറഞ്ഞതാണ്. ഈ ഫോർമുല കൊടുത്തതേ ഉള്ളൂ. അവരുടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് ആയിരിക്കും ടോട്ടൽ ലൈക്ലിഹുഡ് എന്ന് പറയുന്നത്. അതുപോലെ ലൈക്ലിഹുഡ് ചേഞ്ചസ് വിത്ത് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞു. ആദ്യത്തെ ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് 160 സെൻറ്റിമീറ്ററിലുള്ള 150യിലുള്ള ഒരു പ്ലോട്ട് ഉണ്ട്, നമുക്ക് 175ലുള്ള ഒരു പ്ലോട്ട് ഉണ്ട്. നൗ 160 കറസ്പോണ്ടിങ് ആയ ലൈക്ലിഹുഡ് എന്ന് പറയുന്നത് ആവറേജ് 175 ആണെങ്കിൽ അവിടുത്തെ ലൈക്ലിഹുഡ് ഇതാണ്, ആവറേജ് 150 ആണെങ്കിൽ അവിടുത്തെ ലൈക്ലിഹുഡ് ഇതാണ്. സോ ലൈക്ലിഹുഡ് 160 ഈസ് മോർ ഫോർ ബ്ലൂ പ്ലോട്ട് ഈസ് മോർ ദാൻ ലൈക്ലിഹുഡ് ഫോർ 160 corresponds to this orange colored distribution. സോ നമ്മൾക്ക് ഒരു സെൻസർ റീഡിംഗ് ഉണ്ട്. സെൻസർ ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് അറിയാം. സോ ഗുഡ് റീഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹെൽത്തി ഗുഡ് സെൻസർ ആണെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് ഇതാണ്. ബാഡ് അല്ലെങ്കിൽ അൺഫോൾട്ടി സെൻസർ ആണെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ ഒരു സെൻസറിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്തപ്പോൾ കിട്ടിയ ഡാറ്റ അല്ലെങ്കിൽ സെൻസറിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത് 0.35 ആണ്. സോ 0.35 എന്ന് പറയുന്ന വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൻസർ ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് അറിയാനായിട്ട് 0.35 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലോട്ടിൽ നിന്ന് നമുക്ക് ഇവിടുത്തെ ലൈക്ലിഹുഡ് എടുത്തപ്പോൾ അത് ഏകദേശം 1.8 ആണ്. അതേസമയം ഈ പ്ലോട്ട് ദാറ്റ് ഈസ് ക്ലോസ് ടു 0 ആണ്. സോ ഫോൾട്ടി ലൈക്ലിഹുഡ് എന്ന് പറയുന്നത് ചെറുതാണ്. സോ 0.35 എന്ന് പറയുന്ന ലൈക്ലിഹുഡ് മോസ്റ്റ് സ്യൂട്ടബിൾ വിത്ത് ഹെൽത്തി ഡിസ്ട്രിബ്യൂഷൻ. സോ 0.35 വോൾട്ടേജ് വരുന്ന ഒരു സെൻസർ അത് ഗുഡ് കണ്ടീഷനിലുള്ള സെൻസറാണ് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ വേറൊരു സെൻസർ എടുത്തു, ആ സെൻസറിൻ്റെ വാല്യൂ റീഡ് ചെയ്തപ്പോൾ കിട്ടിയത് 0.75 വോൾട്ടേജ് ആണ്. 0.75 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈക്ലിഹുഡ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ലൈക്ലിഹുഡ് ഇപ്പോൾ ഗുഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയാണ്, ബാഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയാണ്. സോ ബാഡിന് ലൈക്ലിഹുഡാണ് കൂടുതൽ. അതുകൊണ്ട് 0.75 വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൻസർ, നമ്മുടെ പെർട്ടിക്കുലർ എക്സാമ്പിളിൽ ആ സെൻസർ ഫോൾട്ടി സെൻസറാണ് ഏറ്റവും ആകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള എന്ന് നമുക്ക് അസംഷൻ കിട്ടും. ഓക്കെ, സോ കമ്പയർ ടു 0.9 കമ്പയർ ചെയ്തിട്ടുണ്ട്, 0.35 കമ്പയർ ചെയ്തിട്ടുണ്ട്. സോ അതൊരു ജസ്റ്റ് ഒരു ആപ്ലിക്കേഷനാണ്. So x is equal to 0.35, likelihood of health is more than likelihood of failing, so classify as healthy. 0.9 എടുക്കുമ്പോൾ likelihood of failing is very greater than likelihood of healthy, will classify it as failing. So key principle, always pick the class that makes the observed data most probable. അതായത് നമ്മൾ എങ്ങനെയാണ് പ്രൊഡിക്റ്റ് ചെയ്യുന്നത്, നമ്മൾ സെലക്ട് ചെയ്യുന്നത് ലൈക്ലിഹുഡ് ഏറ്റവും കൂടുതൽ ഏതിലാണോ കിട്ടുക അതായിരിക്കും നമ്മുടെ പ്രോബബിൾ മോഡൽ എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. സോ ലൈക്ലിഹുഡ് ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ പ്രോബബിലിറ്റി മോഡൽസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഡിസിഷൻസ്. How to find the best likelihood fit for our sample data objective given. അപ്പോൾ നമുക്ക് MLE എന്ന് പറയുന്നത് ഇതുപോലെ ഡിഫറെൻ്റ് ലൈക്ലിഹുഡ് വാല്യൂസ് ആയിരിക്കും ഓരോ ആ മോഡൽ നമുക്ക് കിട്ടുക. സോ നമുക്ക് അതിൽ നിന്ന് മാക്സിമം ലൈക്ലിഹുഡ് കിട്ടുന്നത് എങ്ങനെയാണ് എന്ന് ഇതുപോലെ പ്ലോട്ട് വരച്ച് നോക്കാതെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അതാണ് അവിടുത്തെ മാത്സ് എന്ന് പറയുന്നത്. സോ ഒബ്സർവ്ഡ് ഹൈറ്റ്സ് ഓഫ് 50 ഫീമെയിൽസ് ഉണ്ട്. അതിൽ നിന്ന് ഒരു കോളേജിൻ്റെ
സ്റ്റേറ്റും യൂണിവേഴ്സിറ്റി ഒക്കെ മാറിയിട്ട് ഒരു കോളേജ്, അവിടുത്തെ 50 ഫീമെയിൽസ് ഉണ്ട്. ആ ഡേറ്റയുടെ ആവറേജും ഇത് ഉപയോഗിച്ച് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഉപയോഗിച്ച് എൻ്റെ കോളേജിൻ്റെ അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സ് നമുക്ക് കണ്ടെത്തണം ബൈ യൂസിങ് ദിസ് MLE ടെക്നിക്. സോ നമ്മൾ ആദ്യം വരച്ച പോലെ തന്നെ നമ്മൾ 50 സ്റ്റുഡൻസിൻ്റെയും ഹിസ്റ്റോഗ്രാം വരച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡെൻസിറ്റി ഫംഗ്ഷൻസ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിക്കാം. നമ്മൾ അസ്യൂം ചെയ്യും നമ്മളുടെ 50 സ്റ്റുഡൻസിൻ്റെ ഹൈറ്റാണ് നമ്മളുടെ ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആവറേജ് ഹൈറ്റ് 120 സെൻറ്റിമീറ്റർ ആണ് എന്ന് വിചാരിക്കുക. സോ 120 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 120ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് നമുക്ക് ഇവിടെയാണ് വരിക. ഇത് 120 ആണ്. ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഇരിക്കുക. ഇതാണ് നമ്മൾ ഒറിജിനൽ ഡാറ്റ സാമ്പിൾ. ആ ഡാറ്റ സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻസിലേക്കുള്ള ഹൈറ്റ് വളരെ വളരെ കുറവാണ്. സോ നമുക്ക് പറയാൻ പറ്റും ലൈക്ലിഹുഡ് എന്ന് പറയുന്നത് ഇത് ഓൾറെഡി 148 സെൻറ്റിമീറ്റർ ഉള്ള ഹൈറ്റുള്ള കുട്ടി, അവരുടെ what you say likelihood is very very small. ഇങ്ങോട്ടേക്ക് പോകുന്ന വാല്യൂ കുറഞ്ഞു വരുന്നു വരും. ഈ എല്ലാ ഇൻഡിവിജ്വൽ ലൈക്ലിഹുഡ്സും പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് ലൈക്ലിഹുഡ് വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സോ 120ക്ക് കറസ്പോണ്ടിങ് ലൈക്ലിഹുഡ് പ്ലോട്ട് ചെയ്യുമ്പോൾ അത് മോസ്റ്റ് പ്രോബബ്ലി ക്ലോസ് ടു 0 ആയിരിക്കും. നമുക്ക് 10⁻⁻80 ആണ് സ്കെയിലായിട്ട് വെച്ചിരിക്കുന്നത്. അത്രയും ചെറുതായിരിക്കും നമ്മൾ ലൈക്ലിഹുഡ്. സോ നമ്മൾ അസ്യൂം ചെയ്തു നമ്മളുടെ സാമ്പിൾ ഡാറ്റ സെറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് 135 സെൻറ്റിമീറ്റർ മുതൽ 158 സെൻറ്റിമീറ്റർ വരെയാണ്. നമ്മൾ അസ്യൂം ചെയ്യാണ്. സോ നമ്മൾ 50 പേരെ സെലക്ട് ചെയ്തപ്പോൾ അവരുടെ ഹൈറ്റ് എല്ലാം 135 മുതൽ 158 ആണ്. എന്നിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ് എന്നാൽ കോളേജിൻ്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 120 ആയിക്കൂടായില്ല. സോ 120 എടുത്തു. 120 കറസ്പോണ്ടിങ് ആയ പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ ലൈക്ലിഹുഡ് നോക്കുമ്പോൾ അവിടുത്തെ വാല്യൂ ഏറ്റവും ചെറുതാണ്. സോ നമ്മളത് ഒരു മോഡൽ മാത്രമാണ്. വേറൊരു മോഡൽ എടുത്തു. ആ മോഡൽസിൽ ആവറേജ് ഹൈറ്റ് 130 ആണ് എന്ന് അസ്യൂം ചെയ്തു. 130 ആണെങ്കിൽ നമ്മൾ വീണ്ടും 130 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട് വരച്ചു. ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട് വരച്ചപ്പോഴും മോസ്റ്റ്ലി മോർ പീപ്പിൾസ് ആർ ടു ദ റൈറ്റ് ഓഫ് ദിസ് അല്ലെങ്കിൽ ഈ സെക്ഷനിലാണ് കിടക്കുക. സോ അവിടെയും നമ്മളുടെ പ്ലോട്ട് ചെയ്യാനുള്ള ഹൈറ്റ് പോലുമില്ല. വളരെ ചെറിയ ഒരു ലൈക്ലിഹുഡ് വാല്യൂസ് ആയിരിക്കും നമുക്ക് ടോട്ടൽ കിട്ടാൻ പോകുന്നത്. ഇവിടേക്ക് വരുമ്പോൾ എൻ്റർലി 0 ആണ്. ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നേ ഇല്ല. ഓക്കെ, സോ അവിടെയും നമുക്ക് മോസ്റ്റ് പ്രോബ്ലി വിച്ച് ഈസ് വെരി വെരി സ്മോൾ ബട്ട് സ്ലൈറ്റ്ലി മോർ ദാൻ ദ കേസ് അറ്റ് 120. സോ ലൈക്ലിഹുഡ് വാല്യൂസ് ഐഡിയലി നമുക്ക് 0 ആണെന്ന് പറയാൻ പറ്റും. നൗ നമ്മൾ അസ്യൂം ചെയ്ത മോഡൽസിൻ്റെ ആവറേജ് 140 ആയിക്കൂടായികയില്ല. 140 ആണെങ്കിൽ 140 സെൻറ്റിമീറ്ററിൽ നമ്മൾ ഒരു കർവ് വരച്ചു. 140ൽ കർവ് വരച്ചു. 140ലും നമ്മളുടെ മോഡൽസിൻ്റെ ഇതിൻ്റെ ഇവിടുത്തെ നമ്പർ ഓഫ് പീപ്പിൾസ് 5000 ആയിരിക്കും. ഇവിടുത്തെ 50 ആണ്. ഈ ഹൈറ്റ് വളരെ കുറവാണ്. സൂം ചെയ്ത് നോക്കിയാലും നമ്മൾക്ക് വാല്യൂസ് അല്ലെങ്കിൽ ലൈക്ലിഹുഡ് വളരെ ചെറുതായിട്ടിരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. സോ ദാറ്റ് മീൻസ് 140 സെൻറ്റിമീറ്ററിലും ലൈക്ലിഹുഡ് ടോട്ടൽ ലൈക്ലിഹുഡ് വളരെ വളരെ ചെറിയ ഒരു വാല്യൂ ആണ്. ബട്ട് സ്റ്റിൽ ഇംപ്രൂവ്ഡ് ബെറ്റർ ദാൻ അറ്റ് 130. പക്ഷേ എൻ്റെ ഫിഗർ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. നൗ നമ്മൾ 150 സെൻറ്റിമീറ്റർ ആണ് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആവറേജ് എന്ന് വിചാരിക്കുക. നമ്മളുടെ 50 സ്റ്റുഡൻസിൻ്റെയും ആവറേജ് ഹൈറ്റ് 150 സെൻറ്റിമീറ്റർ ആയിരുന്നു എന്നും വിചാരിക്കുക. നൗ ഈ രണ്ട് പ്ലോട്ടും വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുക നമ്മൾക്ക് ദിസ് എൻ്റെ ഡാറ്റ സെറ്റ് ഈസ് വിത്തിൻ ദിസ് റീജിയൻ. നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ റീജിയനിൽ തന്നെയാണ് നമ്മളുടെ ഈ 50 കുട്ടികളുടെ ഹൈറ്റ് കിടക്കുന്നത്. ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്ത് തന്നെയാണ്. ബട്ട് പ്രീവിയസ്ലി ഇറ്റ് ഈസ് ടു ദ റൈറ്റ് റീജിയൻസ് ആണ്. കുറച്ച് പേര് ഇവിടെയാണ്. അതുകൊണ്ടാണ് ലൈക്ലിഹുഡ് കുറയാൻ കാരണം. അതേസമയം 150 ആണ് നമ്മളെ ഒറിജിനൽ ഡാറ്റ സെറ്റിൻ്റെ ആവറേജ്. നമ്മൾ അസ്യൂം ചെയ്ത മോഡലിൻ്റെയും ആവറേജ് 150 ആണ്. സോ എല്ലാ ഇൻഡിവിജ്വൽ 50 സ്റ്റുഡൻസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത് നമ്മൾ മോഡലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ഫംഗ്ഷനിൽ തന്നെയാണ്. അതുകൊണ്ട് അവിടുത്തെ കറസ്പോണ്ടിങ് ആയ ലൈക്ലിഹുഡ് വാല്യൂ വളരെ കൂടുതലായിട്ട് വരുന്നതാണ്. സോ 142ൽ നമുക്ക് ഇൻക്രീസ് ചെയ്യും, 144ൽ ഇൻക്രീസ് ചെയ്യും, 146ൽ ഇൻക്രീസ് ചെയ്യും, 148ൽ ഇൻക്രീസ് ചെയ്യും. അതുപോലെ 150 എത്തുമ്പോൾ അത് ഏറ്റവും മാക്സിമം എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നൗ 160 ആണെന്ന് വിചാരിക്കുക. 160ലേക്ക് പോകുമ്പോൾ ലൈക്ലിഹുഡ് വീണ്ടും അത് 0യിലേക്ക് വന്നു. കാരണം നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ഫംഗ്ഷൻസ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഡാറ്റ സ്റ്റിൽ ഇവിടെയാണ് ലെഫ്റ്റിലേക്ക്. സോ ലൈക്ലിഹുഡ് വാല്യൂസ് കുറഞ്ഞു പോകും. പ്രീവിയസ്ലി ഇങ്ങനെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇങ്ങോട്ടേക്ക് ഡാറ്റ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ലൈക്ലിഹുഡ് വാല്യൂസ് ഇവിടെ കുറഞ്ഞു വരും. ഓക്കെ, സോ ലൈക്ലിഹുഡ് വാല്യൂ കുറഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് 0യിലേക്ക് കിട്ടും. സോ ഇവിടെയാണ് നമുക്ക് 150, 156ലുണ്ട്, 157ലുണ്ട്, 158ലുണ്ട്, 159ലുണ്ട്, 160ലുണ്ട്. സോ നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻസ് പ്ലോട്ട് പോകുന്നത് എങ്ങനെയായിരിക്കും? ഏറ്റവും മാക്സിമം നമുക്ക് കിട്ടാൻ പോകുന്നത്
150ലാണ്. അതായത് സ്റ്റുഡൻസ് സാമ്പിൾസിൻ്റെ ആവറേജ് എവിടെയാണോ അവിടെ തന്നെ ആയിരിക്കും നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആവറേജ് അവിടെ തന്നെ വരുമ്പോഴാണ് ലൈക്ലിഹുഡ് ഏറ്റവും മാക്സിമം ആവുന്നത്. അതാകണമെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. വിൽ സി. സോ 160 നോക്കി അവിടുത്തെയും 170 നോക്കി അവിടുത്തെയും ലൈക്ലിഹുഡ് വളരെ കുറവാണ്. സോ ഏറ്റവും ലൈക്ലിഹുഡ് ഇങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് അസ്യൂംഡ് ആവറേജിൽ നമ്മൾ ലൈക്ലിഹുഡ് ചെക്ക് ചെയ്യും. അതിന് നമ്മളിങ്ങനെ പ്ലോട്ട് ചെയ്യും. സോ പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കാണിച്ചതുപോലെ ലൈക്ലിഹുഡിൻ്റെ ഒരു വേരിയേഷൻ ഇങ്ങനെ കിട്ടുന്നത് നമുക്ക് ഇങ്ങനെയായിരിക്കും, 150 നമ്മളുടെ ഡിഫറൻഷ്യൽ കാൽക്കുലസിൻ്റെ ഒരു തിയറിയാണ്. ഈ ലൈക്ലിഹുഡിന് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ ഫംഗ്ഷൻ നമുക്ക് ഏറ്റവും മാക്സിമൈസ് ചെയ്ത് കിട്ടുന്നത് നമ്മളുടെ പോപ്പുലേഷൻ്റെ ആവറേജ് എവിടെയാണോ, പോപ്പുലേഷൻ ആവറേജ് എവിടെയാണോ അവിടെ ആയിരിക്കാം ലൈക്ലിഹുഡ് ഫംഗ്ഷൻ നമുക്ക് ഏറ്റവും മാക്സിമം ആയിട്ട് വരിക. ഏറ്റവും മാക്സിമം ആയിട്ട് വരുന്ന പോയിന്റിൽ അത് മാക്സിമ കൺസെപ്റ്റ് അനുസരിച്ച് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 0 ആയിട്ട് പോകും. അതാണ് ഇതിൻ്റെ മാത്സ്. സോ ലൈക്ലിഹുഡിൻ്റെ ഫംഗ്ഷൻ നമുക്ക് മോഡൽ ഫംഗ്ഷൻ അസ്യൂം ചെയ്തു. മോഡൽ ഫംഗ്ഷനിൽ നമുക്ക് ലൈക്ലിഹുഡിൻ്റെ എക്സ്പ്രഷൻ കിട്ടി. ആ എക്സ്പ്രഷൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ദിസ് മോഡൽ പാരാമീറ്റർ 0 ആകും, അത് മാക്സിമൈസ് ചെയ്ത് പോകുന്ന പോയിന്റിൽ. അതാണ് ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ്റെ ബേസിക് കോൺസെപ്റ്റ്. സോ ലൈക്ലിഹുഡ് ലോക്കൽ മാക്സിമയിൽ ലൈക്ലിഹുഡ് മാക്സിമം ആകും. ആ മാക്സിമം ആകുന്ന പാരാമെട്രിക് വാല്യൂ എത്രയാണോ അതാണ് നമ്മുടെ എസ്റ്റിമേറ്റ് വാല്യൂ ആണെന്ന് എടുക്കും. സോ ഇതാണ് മാക്സിമം ലൈക്ലിഹുഡിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വി വിൽ ഫൈൻഡ് ദ സ്ലോപ്പ് ഡി ബൈ ഡി മ്യൂ ഓഫ്, നമ്മൾ മ്യൂൻ ആണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡി ബൈ ഡി മ്യൂ ഓഫ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. അവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് 0 ഇട്ട് ആ മ്യൂവിന് വേണ്ടി സോൾവ് ചെയ്യുമ്പോൾ നമ്മളുടെ പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ആർഗ്യ മാക്സ് ഓഫ് തീറ്റ, ലൊക്കേഷൻ, മാക്സിമം, ഇതെല്ലാം എൻ്റെ ജസ്റ്റ് തിയറി മാത്സ് ആണ്. ഏത് എക്സ് വാല്യൂവിനാണോ മാക്സിമം ആവുന്നത് അതാണ് നമ്മളുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ എക്സ് സ്റ്റാർ എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ അതിനെയാണ് നമ്മളുടെ ലൈക്ലിഹുഡ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. സോ നമുക്കൊരു ലൊക്കേഷനുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയ വാല്യൂം ഉണ്ട്. സോ വാല്യൂ മാക്സിമം ആവുന്ന ഏത് ലൊക്കേഷനാണോ അതാണ് എസ്റ്റിമേഷൻ വാല്യൂ. സോ മാക്സിമം ലൈക്ലി എസ്റ്റിമേഷൻ്റെ മാത്സ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ആദ്യം ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതും. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഫസ്റ്റ് വി വിൽ റൈറ്റ് ദ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. ലൈക്ലിഹുഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്, ഓരോന്നിൻ്റെയും പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റിനെ നമുക്ക് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ അത് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് വി വിൽ കൺവേർട്ട് ഇൻ ടു ലോഗരിതം. ലോഗരിതത്തിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിനെ നമുക്കറിയാം അതൊരു സമ്മായിട്ട് മാറും. അപ്പോൾ സമ്മായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻസിയേഷനോ അല്ലെങ്കിൽ ഓപ്പറേഷൻസൊക്കെ അപ്ലൈ ചെയ്യാൻ എളുപ്പമുണ്ട്. അത് ദേ ആർ ജസ്റ്റ് ടെക്നിക്സ്. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതി, ഓ ഇൻഡിവിജ്വൽസ് ലൈക്ലിഹുഡിൻ്റെ പ്രോഡക്റ്റ് ആണ്. അതിനുശേഷം നമ്മൾ ലോഗ് ലൈക്ലിഹുഡ് എഴുതി. സോ പ്രൊഡക്റ്റ് ബിക്കം സം log of that function, and അതിനുശേഷം we will take the derivative. So log function derivative എടുക്കും. Then we will equate that to 0 and we will solve for our unknown parameter. So summary of steps in likelihood: write the likelihood function, അതിൻ്റെ log എടുക്കുക, then differentiate ചെയ്യുക, equal to 0, then solve for the parameter. So these are the steps involved in the process of likelihood. So solve for MLE. First we will step number 1, we will write the likelihood function, then likelihood function the logarithm, then logarithm the differentiation equal to 0, maxima equal to 0, solve for the parameters. ഈ സ്റ്റെപ്സ് ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തെന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഒരു ന്യൂമർ എക്സാം എസ്റ്റിമേറ്റിംഗ് ദ ബയാസ് ഇൻ കസ്റ്റം ഡൈ. നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ആ എക്സ്പെരിമെൻറ്റ് ഒരു 4 ഫേസ് ഉള്ള ഒരു ഡൈ ആണ്, 4 ഫേസ്ഡ് ഡൈ. ഇങ്ങനെ ഒരു ഡൈ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഒരു ടെട്രാഹെഡ്രൽ ഷേപ്പിൽ വരുന്ന ഒരു ഡൈ, അതിന് 4 ഫേസ് ആണ്. ഫസ്റ്റ് ഫേസിൽ 0 എന്നായിരിക്കുന്നത്, സെക്കൻഡ് ഫേസിൽ 1, 2 and 3 ആണ്. സോ അത് വേറെ എന്ത് നേച്ചറുള്ള ഡൈ ആണ് അല്ലെങ്കിൽ നമ്പേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷേ പല എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടിയ സിറ്റുവേഷൻസ് ഉണ്ട്, 1 കിട്ടിയ സിറ്റുവേഷൻസ് ഉണ്ട്, 2 കിട്ടിയ സിറ്റുവേഷൻസ് ഉണ്ട്, 3 കിട്ടിയ സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ഏതെങ്കിലും ഫേസിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, 2 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ 3 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ടോ, 0 1 പ്രാവശ്യമുള്ളൂ, ബാക്കി എല്ലാം 1 ആണോ, അങ്ങനെയുള്ളതൊന്നും നമുക്ക് അറിയാൻ പാടില്ല. ബട്ട് വി ഓൺലി നോ ദ പ്രോബബിലിറ്റി. സോ നമ്മൾ ആ പ്രോബബിലിറ്റിയുടെ വാല്യൂസ് ഇങ്ങനെ പോകുന്നത്. നമ്മളൊരു 50 ടൈംസോ 500 ടൈംസോ മാത്രമാണ് എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന്
ഈ 0 കിട്ടാനുള്ള ആക്ച്വൽ പ്രോബിലിറ്റി എത്രയായിരിക്കണം, അങ്ങനെയെങ്കിൽ ആക്ച്വൽ പ്രോബിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ തീറ്റ വാല്യൂ എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തണം യൂസിങ് ദിസ് MLE പ്രോസസ്. നമ്മളിൽ കിട്ടിയ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡേറ്റയുടെ പ്രോബിലിറ്റിയുടെ വേരിയേഷൻ അനുസരിച്ച് നമ്മളൊരു മോഡൽ ആദ്യം നമ്മൾ അസ്യൂം ചെയ്യും. ദിസ് ആൻ അസ്യൂം മോഡൽ. സോ നമ്മൾ പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസിക്കൽ 0 ആകാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 2θ/3 ആണ്. സോ തീറ്റ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ആണ്, അൺനോൺ പാരാമീറ്റർ ആണ്, നമുക്ക് ഇപ്പം അറിയാൻ പാടില്ല. ബട്ട് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ 50 എക്സ്പെരിമെന്റ്സ് വെച്ചിട്ട് ഈ എക്സ് ഇസിക്കൽ 0യുടെ പ്രോബിലിറ്റി ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എക്സ് ഇസിക്കൽ 1 = θ/3 എന്ന് എടുത്തു, അത് അസംഷൻ ആണ്. അതും എക്സ് ഇസിക്കൽ 1 അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എക്സ് ഇസിക്കൽ 2 ഇതാണ് പ്രോബിലിറ്റി, എക്സ് ഇസിക്കൽ 3 ഇതാണ് പ്രോബിലിറ്റി. സോ റിമെമ്പർ, ഈ 4 പ്രോബിലിറ്റി നമ്മൾ കൂട്ടിയാൽ എക്സ് ഇസ് ഈക്വൽ ടു 0യുടെ പ്രോബിലിറ്റിയും, എക്സ് ഇസ് ഈക്വൽ ടു 1ന്റെ പ്രോബിലിറ്റിയും, എക്സ് ഇസ് ഈക്വൽ ടു 2ന്റെ പ്രോബിലിറ്റിയും, എക്സ് ഇസ് ഈക്വൽ ടു 3യുടെ പ്രോബിലിറ്റിയും എല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് 1 കിട്ടും. ദാറ്റ് മീൻസ് 2θ/3 + θ/3 3θ/3 means theta. Then 2 into 1 - θ/3 plus 1 - θ/3 means 3 into 1 - θ/3. So theta plus 1 - θ becomes 1. ഈ 4 പ്രോബിലിറ്റിയും കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടണം. ആ രീതിയിൽ വേണം നമ്മൾ ഈ പാരാമീറ്റേഴ്സിന് എടുക്കാനായിട്ട്. നമുക്ക് എങ്ങനെ വേണം എടുക്കാം? നോ നീഡ് ടു ടേക്ക് p of x is 0 is 2θ/3. It can be, depending upon our experiment, it can be this expression or some other equation, some other functions such that sum of all functions is always 1. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ എക്സ്പെരിമെന്റിന്റെ മോഡൽ നമ്മൾ അസ്യൂം ചെയ്തു. ദിസ് ഇസ് ആൻ അസ്യൂംഡ് മോഡൽ. ഇങ്ങനെയാണ് മോഡൽ എങ്കിൽ ഈ തീറ്റ എന്തായിരിക്കും, ഈ സാമ്പിൾ ഡാറ്റ പ്രകാരം നമ്മളുടെ തീറ്റ വാല്യൂ എന്തായിരിക്കും? സോ അതിനുവേണ്ടി പ്രോബിലിറ്റി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 10 പ്രാവശ്യമാണ് ആ പ്രോബിലിറ്റി എക്സ്പെരിമെന്റ് ചെയ്തിരിക്കുന്നത്. സോ ആദ്യത്തെ പ്രാവശ്യം എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ അത് ലാൻഡ് ചെയ്തത് 0-ലാണ്. രണ്ടാമത്തെ പ്രാവശ്യം എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ ലാൻഡ് ചെയ്ത് 1-ലാണ്. മൂന്നാമത്തെ എക്സ്പെരിമെന്റ് കിട്ടിയത് 3 ആണ്. നാലാമത്തെ എക്സ്പെരിമെന്റ്, അഞ്ചാമത്തെ എക്സ്പെരിമെന്റ് 6, 7, 8, 10ാമത്തെ എക്സ്പെരിമെന്റ് നമുക്ക് 3 ആണ് കിട്ടിയത്. സോ ഈ ഇൻഫർമേഷൻസ് ഉപയോഗിച്ച് തീറ്റ വാല്യൂ എത്രയാണ് എന്ന് കണ്ടെത്തലാണ് നമ്മളുടെ MLE വെച്ചിട്ടുള്ള പ്രോസസ്. So problem setup. Estimate the bias parameters of theta for a 4-phased die. അതാണ് നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. പ്രോബിലിറ്റി ഓഫ് ഡൈസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എക്സ് ഇസിക്കൽ 0 2θ/3 ആണ്, എക്സ് ഇസിക്കൽ 1 θ/3 ആണ്, എക്സ് ഇസിക്കൽ 2 2 into 1 - θ/3 ആണ്, എക്സ് ഇസിക്കൽ 3 1 - θ/3 ആണ്. ഇത് നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്. ഫോർ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. Now observations, phases 0 and 1 have probability is proportional to theta. നമുക്കറിയാം തന്നിട്ടുണ്ട്. തീറ്റ 0-ഉം 1-ഉം തീറ്റയ്ക്ക് പ്രൊപ്പോർഷണൽ ആണ്. 2-നും 3-ന്റെയും പ്രോബിലിറ്റി 1 - തീറ്റയ്ക്ക് പ്രൊപ്പോർഷണൽ ആണ്. സോ ഒബ്സർവ്ഡ് ഡാറ്റ എന്ന് പറയുന്നത് 0 ആദ്യത്തെ എക്സ്പെരിമെന്റിൽ 0 കിട്ടി, ലാസ്റ്റ് എക്സ്പെരിമെന്റിൽ 1 കിട്ടി. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ 0 നമുക്ക് 2 പ്രാവശ്യമുണ്ട്, 1 നമുക്ക് 3 പ്രാവശ്യമുണ്ട്, 2 കിട്ടിയത് 3 പ്രാവശ്യമാണ്, 3 കിട്ടിയത് 2 ടൈംസ് ആണ്. സോ 5 + 5 = 10. സോ 10 എക്സ്പെരിമെന്റ് ചെയ്തതിൽ 0 2 പ്രാവശ്യം കിട്ടി, 1 3 പ്രാവശ്യം കിട്ടി, 2 3 പ്രാവശ്യം കിട്ടി, 3 2 പ്രാവശ്യം കിട്ടി. എങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു പ്രോബബിലിറ്റിയുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ സാമ്പിളിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഈ റിസൾട്ട് വെച്ചിട്ടാണ്. സോ 0 appears 2 times, 1 appears 3 times, 2 appears 3 times and 3 appears 2 times. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0യുടെ പ്രോബിലിറ്റി 2θ/3 ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. 2θ/3 0 പ്രോബിലിറ്റി 2 പ്രാവശ്യം വന്നു. സോ അതിന് കറസ്പോണ്ടിങ് ലൈക്ലിഹുഡ് 2θ/3 into raised to 2 or 2θ/3 into 2θ/3. ആദ്യത്തിൽ എക്സ്പെരിമെന്റ് നമുക്ക് 0 ആണ് കിട്ടിയത്, അതിന്റെ ലൈക്ലിഹുഡ് 2θ/3 into രണ്ടാമത്തെ എക്സ്പെരിമെന്റ് കിട്ടിയത് നമുക്ക് 1 ആണ്. 1ന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് θ/3 ആണ്. സോ നമുക്ക് θ/3 എന്ന് കിട്ടും. മൂന്നാമത്തെ റിസൾട്ട് 0 ആണ്, വീണ്ടും അത് 2θ/3 എന്ന് കിട്ടി. നാലാമത്തെ റിസൾട്ട് 2 ആണ്, 2ന്റെ പ്രോബിലിറ്റി 2 into 1 - θ/3 ആണ്. സോ നമ്മളിങ്ങനെ എഴുതി പോകുമ്പോൾ അതിന്റെ ടോട്ടൽ ലൈക്ലിഹുഡ് എന്ന് പറയുന്നത് 0 2 പ്രാവശ്യം വന്നതുകൊണ്ട് 0യുടെ പ്രോബിലിറ്റി റേസ് ടു 2, 1 3 ടൈംസ് വന്നതുകൊണ്ട് 1ന്റെ പ്രോബിലിറ്റി റേസ് ടു 3, 2 3 ടൈംസ് വന്നതുകൊണ്ട് 2ന്റെ പ്രോബിലിറ്റി റേസ് ടു 3, 3 2 ടൈംസ് വന്നതുകൊണ്ട് 3യുടെ പ്രോബിലിറ്റി raised to 3. So this is 0യുടെ പ്രോബിലിറ്റി, 1ന്റെ പ്രോബിലിറ്റി കോൺട്രിബ്യൂഷൻ, 2ന്റെ പ്രോബിലിറ്റി കോൺട്രിബ്യൂഷൻ, 3യുടെ പ്രോബിലിറ്റി. ഇതിന്റെ എല്ലാത്തിന്റെയും പ്രൊഡക്ട്സ് ആണ് ലൈക്ലിഹുഡ്. സോ നമ്മൾ MLEയുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് അവിടെ ചെയ്തത്. MLE വെച്ചിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് ദ
ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഫംഗ്ഷൻ എഴുതി ഫംഗ്ഷൻ നമുക്ക് കിട്ടി. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടേക്ക് ദ ലോഗ് ലൈക്ലിഹുഡ്. ലോഗ് ലൈക്ലിഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ലിഹുഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുക. സോ ലോഗ് ഓഫ് എൽ തീറ്റ ഈസ് ഈക്വൽ ടു 2 ലോഗ് ഓഫ് 2 തീറ്റ ബൈ 3 പ്ലസ് 3 ലോഗ് ഓഫ് തീറ്റ ബൈ 3 പ്ലസ് 3 ലോഗ് ഓഫ് 2 into 1 minus theta by 3 plus 2 log of 1 minus theta by 3. Simplify and separating theta terms operate here. 2 into log 2 2 into log 2 plus log theta minus log 3 plus 3 into log theta plus log 3 plus 3 into log 2 plus log 1 minus theta minus log 3, then 2 log 1 minus 2 into log 1 minus theta minus log 3 എല്ലാം കൂടി കമ്പൈൻ ചെയ്യാം. Then combining similar terms, 1 minus theta terms combine ചെയ്തപ്പോൾ നമുക്ക് 5 log theta എന്ന് കിട്ടും. ജസ്റ്റ് എക്സ്പാൻഡ് ആൻഡ് ആഡ്. 1 minus theta terms കമ്പൈൻ ചെയ്യുമ്പോൾ 5 into log 1 minus theta എന്ന് കിട്ടി. കോൺസ്റ്റന്റ് ടേംസ് 2 plus 3 log 2, then minus log 3 ടേംസ് കിട്ടി. അതൊക്കെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തൊക്കെ കിട്ടും. സിമ്പിൾ മാത്സ് ആണ്. സോ ഫൈനൽ ലോഗ് ലൈക്ലിഹുഡ് എന്ന് പറയുന്നത് ഇതിനെ നമ്മളൊരു കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തു. അത് പാരാമീറ്റർ തീറ്റയുടെ ഇൻഡിപെൻഡന്റ് ആണ്. സോ അത് സി എന്ന് എടുത്തു. ദെൻ തീറ്റയ്ക്ക് ഡിപ്പെൻഡ് ആയിക്കൊണ്ട് 5 log തീറ്റ ഉണ്ട് ഫസ്റ്റ് ടേം. ദെൻ ദിസ് വൺ, ദെൻ ദിസ് വൺ ഈസ് ദിസ് സെക്കൻഡ് ടേം. സോ 2 ഹിയർ, 1 ഹിയർ ആൻഡ് കോൺസ്റ്റന്റ് വേർ സി ഈസ് 5 log 2 minus 10 log 3. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതി, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ലോഗ് ലൈക്ലിഹുഡ് എഴുതി, മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ വി വിൽ ടേക്ക് ദ ഡെറിവേറ്റീവ് മാക്സിമം ആവുന്ന പോയിന്റ്. സോ 5 log theta by theta of d theta is equal to 5 into d by d theta of log theta, which is 1 by theta, so 5 by 3. അതുപോലെ d by d theta of 5 log 1 minus theta എന്ന് പറയുന്നത് 5 by 1 minus theta into 1 minus theta derivative minus 1, so minus 5 divided by 1 minus theta. So dl by d theta എന്ന് പറയുന്നത് c യുടെ ഡെറിവേറ്റീവ് ഇൻഡിപെൻഡന്റ് ഓഫ് തീറ്റ ആണ്, so it becomes 0. So 5 by theta minus 5 by 1 minus theta ആണ് ടോട്ടൽ ഡെറിവേറ്റീവ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നാലാമത്തെ സ്റ്റെപ്പാണ്, ഡെറിവേറ്റീവ് സെറ്റ് ടു 0. 5 by theta minus 5 by 1 minus theta is equal to 0. That means 1 by theta is equal to 1 by 1 minus theta. Cross multiply, 1 minus theta is equal to theta, or 2 theta is equal to 1, theta bar is equal to, or theta is equal to നമുക്ക് 0.5 കിട്ടി. സോ നമ്മൾ ഇത് എസ്റ്റിമേഷൻ പ്രോസസ് ആണ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ 4 phase ഡൈയിലെ ആ പ്രോബിലിറ്റി മോഡലില് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണ് എന്നാണ് നമുക്ക് കിട്ടുക. സോ ദെൻ സ്റ്റെപ്പ് 4 ഇന്റർപ്രിറ്റേഷൻ ചെയ്തു. ഇന്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഫേസസ് 0 and 1 ആണുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത്. 0ക്ക് പ്രോബിലിറ്റി 2 തീറ്റ ബൈ 3 ആണ്, ഇതിന്റെ പ്രോബിലിറ്റി തീറ്റ ബൈ 3 ആണ്, തീറ്റ ആണ്, ആഡ് ചെയ്യുമ്പോൾ തീറ്റ കിട്ടും 0.5 ആണ്. അതുപോലെ ഫേസസ് 2ന്റെയും 3യുടെയും പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1 minus 3ക്ക് പ്രൊപ്പോർഷണൽ ആണ്. സോ 2 into 1 minus theta by 3 plus 1 minus theta by 3 becomes 1 minus theta. തീറ്റയുടെ വാല്യൂ 0.5 കൊടുക്കുമ്പോൾ 0.5 കിട്ടി. അതായത് പ്രോബിലിറ്റി 4 phase ഡൈ നമ്മൾ ത്രോ ചെയ്യുമ്പോൾ 0യും 1ഉം വരാനുള്ള പ്രോബിലിറ്റി 0.5 ആണ്, 2ഉം 3യും വരാനുള്ള പ്രോബിലിറ്റി 0.5 ആണ്. ഇതിൽ തന്നെ 0 വരാനുള്ള പ്രോബിലിറ്റി 2 into 0.5 by 3 ആണ്, 1 വരാനുള്ള പ്രോബിലിറ്റി 0.5 by 3 ആണ്. Okay, so this die is equally likely to show phases 0, 1 and 2, 3. എൻ്റെ അർത്ഥം ഈ ഡൈ വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റില് 0യും 1ഉം കാണിക്കാനുള്ള പ്രോബിലിറ്റിയും 2ഉം 3യും കാണിക്കാനുള്ള പ്രോബിലിറ്റിയും സെയിം തന്നെയാണ്. കാരണം 0 നമുക്ക് കിട്ടിയത് 2 times ആയിരുന്നു, 0 കിട്ടിയത് 2 times ആയിരുന്നു, 1 കിട്ടിയത് 3 times ആയിരുന്നു, 2 കിട്ടിയത് 3 times ആയിരുന്നു, 3 കിട്ടിയത് 2 times ആയിരുന്നു. 0, 1ന്റെയും 5 times വന്നിട്ടുണ്ട്, 2ഉം 3യും നമുക്ക് 5 times വന്നു. സോ 0യും 1ഉം എങ്ങനെ കാണിക്കുന്നോ അതേ പ്രോബിലിറ്റി തന്നെ ആ ഡൈ എക്സ്പെരിമെന്റിൽ 2ഉം 3യും കാണിക്കും. ബട്ട് getting 0 probabilities differ than getting a 1 probability, than 2 probability, than 3. Individual probability is differ because നമ്മൾ assume ചെയ്ത തീറ്റ പല ഫംഗ്ഷൻ അനുസരിച്ചാണ് ഓരോ പ്രോബിലിറ്റിയും വരിക. ബട്ട് ഓൾ ടുഗദർ 0 and 1 എങ്ങനെ കാണിക്കും, ഹൗ ഫ്രീക്വൻലി 0 and 1 ആർ കമ്മിങ്, സെയിം ഫ്രീക്വൻസിയിൽ 2ഉം 3യും വരും എന്ന് നമുക്ക് ഇതിന്റെ ഇന്റർപ്രിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. Now some problems also given. MLE for Poisson distribution. ഒരു ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് വരിക. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടുള്ള MLE എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. എ കോൾ സെന്റർ വാണ്ട്സ് ടു മോഡൽ നമ്പർ ഓഫ് കസ്റ്റമർ കോൾസ് പെർ അവർ. ദേ ഒബ്സർവ് കോൾസ് ഓവർ 10 hours. സോ ഡേറ്റ നോക്കാം. ഫസ്റ്റ് അവറിൽ നമുക്ക് 3 കോൾസ് വന്നിട്ടുണ്ട്, സെക്കൻഡ് അവറിൽ 5, 2 ഇങ്ങനെയാണ് നമുക്ക് കോൾസ് വന്നിരിക്കുന്നത്. അസംഷൻസ് കോൾ ഫോളോ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ. സോ അങ്ങനെയാണെങ്കിൽ ഈ ഡാറ്റ സെറ്റ് ഉപയോഗിച്ച് നമുക്ക് ലാംഡ കണ്ടുപിടിക്കണം, എത്രയായിരിക്കും ലാംഡ എന്നുള്ളത് കണ്ടുപിടിക്കണം. സോ ആദ്യത്തെ പ്രൊസീജിയറിലെ ഫസ്റ്റ് സ്റ്റെപ്പ്, MLE അപ്ലൈ ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതുക എന്നുള്ളതാണ്.
എക്സ് ഇസ് ഇക്വൽ ടു കെയിലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ലാംഡ റേസ് ടു കെ ഇ റേസ് മൈനസ് ലാംഡ ഡിവൈഡ് ബൈ കെ ഫാക്ടോറിയൽ ആണ് നമ്മളുടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻസിന്റെ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഫോർ എൻ ഒബ്സർവേഷനിൽ ലൈക്ലിഹുഡ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ലൈക്ലിഹുഡിന്റെ പ്രൊഡക്റ്റ് ആണ്. സോ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന വാല്യൂസ് എന്ന് പറയുന്നത് x1, x2, x3 എക്സെട്ര x4 ആണ്. x തന്നിരിക്കുന്നത് 3 ആണ്, ദെൻ x തന്നിരിക്കുന്നത് 5 ആണ്. ഇതിങ്ങനെ നമ്മൾ ഓരോന്നും ഡാറ്റ എഴുതി. സോ ലാംഡ റേസ് ടു 3, ലാംഡ റേസ് ടു x ഇസ് ഈക്വൽ ടു 3 ആകാനുള്ള പ്രോബിലിറ്റി ലാംഡ റേസ് ടു 3 റേസ് ടു മൈനസ് ലാംഡ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ആണ്. ദെൻ x ഇസ് ഈക്വൽ ടു 5 ആകാനുള്ള ലൈക്ലിഹുഡ് ലാംഡ റേസ് ടു 5 ഇൻറ്റു റേസ് ടു മൈനസ് ലാംഡ ഡിവൈഡ് ബൈ കെ 5 ഫാക്ടോറിയൽ ആണ്. ഇതെല്ലാം നമ്മൾ എഴുതി. സോ ലാംഡ റേസ് ടു എക്സ് ജനറൽ എഴുതുമ്പോൾ പ്രൊഡക്റ്റ് ആയിട്ട് വരുമ്പോൾ ലാംഡ റേസ് ടു എക്സ് ഐ കെ എന്നുള്ളടത്ത് എക്സ് ഐ വരും ഇ റേസ് ടു മൈനസ് ലാംഡ ഡിവൈഡ് ബൈ എക്സ് ഐ ഫാക്ടോറിയൽ. നൗ ഈ ലാംഡ റേസ് ടു എക്സ് ഇതെല്ലാം കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് തന്നെ ലാംഡ റേസ് ടു ആദ്യം നമുക്ക് ഇവിടെ x1 വന്നു, ദെൻ ഇ റേസ് ടു മൈനസ് ലാംഡ ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ x1 ഫാക്ടോറിയൽ. സോ ആദ്യത്തെ എക്സ്പ്രഷനിൽ വരിക ലാംഡ റേസ് ടു x1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ഡിവൈഡ് ബൈ x1 ഫാക്ടോറിയൽ ഇൻറ്റു ലാംഡ റേസ് ടു x2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ഡിവൈഡ് ബൈ x2 ഫാക്ടോറിയൽ ഇൻറ്റു ലാംഡ റേസ് ടു x3 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ഡിവൈഡ് ബൈ x3 ഫാക്ടോറിയൽ ഇങ്ങനെ വന്നു. അപ്പോൾ അതിൻ്റെ ഈ പ്രൊഡക്റ്റ് പോകുന്ന ഒരു ഫാഷൻ നോക്കുക. ഇ റേസ് ടു ലാംഡ റേസ് ടു x1 ഇൻറ്റു ലാംഡ റേസ് ടു x2 ഇൻറ്റു ലാംഡ റേസ് ടു x3. സോ ലാംഡ റേസ് ടു x1 ഇൻറ്റു ലാംഡ റേസ് ടു x2 ഇൻറ്റു എക്സെട്ര ലാംഡ റേസ് ടു xn. അപ്പോൾ ഇതിനെ നമുക്ക് ലാംഡ റേസ് ടു x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര xn എന്ന് എഴുതാം. ദാറ്റ്സ് വൈ ദി സ്റ്റേറ്റ്മെന്റ് ലാംഡ റേസ് ടു സിഗ്മ എക്സ് ഐ. ദെൻ ഇ റേസ് ടു ആദ്യത്തേക്കുള്ള ഇ റേസ് ടു മൈനസ് ലാംഡ ഉണ്ട്, രണ്ടാമത്തിൽ ഇ റേസ് ടു മൈനസ് ലാംഡ ഉണ്ട്, മൂന്നാമത്തിൽ ഇ റേസ് ടു മൈനസ് ലാംഡ ഉണ്ട്. സോ ലാംഡ ഇ റേസിന്റെ പോകുന്ന ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാസ്റ്റ് ഇ റേസ് ടു മൈനസ് ലാംഡ. ഇത് ഒന്നാമത്തത് 2, 3 nth കോൺട്രിബ്യൂഷൻ. സോ എല്ലാത്തിൻ്റെയും കോൺട്രിബ്യൂഷൻ പ്രൊഡക്റ്റിൽ അവിടെ ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് ലാംഡ ഇ റേസ് ടു മൈനസ് ഓഫ് ലാംഡ പ്ലസ് ലാംഡ പ്ലസ് ലാംഡ പ്ലസ് എൻ ലാംഡ വരും. ദാറ്റ്സ് വൈ ദിസ് ഇക്വേഷൻ. നൗ താഴെ ഡിനോമിനേറ്റർ നോക്കുമ്പോൾ x1 ഫാക്ടോറിയൽ ഇൻറ്റു x2 ഫാക്ടോറിയൽ ഇൻറ്റു x3 ഫാക്ടോറിയൽ ഇത് നോക്കുമ്പോൾ അതെല്ലാം ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് ആണ്. ദാറ്റ്സ് വൈ പൈ ഇക്വേഷൻ. സോ ഈ ലൈക്ലിഹുഡ് ഇക്വേഷൻ ഇങ്ങനെയായി മാറിയത് മനസ്സിലാക്കുക. ലാംഡ റേസ് ടു സിഗ്മ എക്സ് ഐ ഇ റേസ് ടു മൈനസ് എൻ ലാംഡ ഡിവൈഡ് ബൈ പൈ എക്സ് ഐ ലാംഡ ഫാക്ടോറിയൽ എക്സ് ഐ ഫാക്ടോറിയൽ എന്ന് കിട്ടും. നൗ ലോഗ് ലൈക്ലിഹുഡ് എടുക്കുക. ലോഗ് ലൈക്ലിഹുഡ് എടുക്കുമ്പോൾ ഇതിൻ്റെ ലോഗരിതം ലാംഡ റേസ് ടു എക്സ് ഐ ലാംഡ റേസ് ടു സിഗ്മ എക്സ് ഐ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഐ ലോഗ് ലാംഡ റേസ് ടു സിഗ്മ എക്സ് ഐ. സോ സിഗ്മ എക്സ് ഐ ഇൻറ്റു ലോഗ് ലാംഡ മൈനസ് എൻ ലാംഡ എന്ന് പറയാൻ കാരണം ഇ റേസ് ടു മൈനസ് എൻ ലാംഡ ആണ്. സോ മൈനസ് എൻ ലാംഡ ഇൻറ്റു ലോഗ് ഇ 1 ആണ്. ദാറ്റ്സ് വൈ മൈനസ് എൻ ലാംഡ മൈനസ് ലോഗ് പൈ ഓഫ് എക്സ് ഐ ഫാക്ടോറിയൽ ഡിനോമിനേറ്റർ കോൺട്രിബ്യൂഷൻ്റെ ലോഗരിതം. ദാറ്റ്സ് വൈ ബിക്കം മൈനസ്. നൗ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ലാംഡ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സിഗ്മ എക്സ് ഐ ലാംഡയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്, കോൺസ്റ്റന്റ് പുറത്ത് വന്നു. ലോഗ് ലാംഡയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ബൈ ലാംഡ ആണ്. That's why sigma xi by lambda minus n lambda derivative n into lambda d by d lambda of lambda, which is 1. That's why minus n. Then pi of xi the product lambda ki independent of lambda ആണ്. That's why it becomes 0. So now equate to 0. Sigma xi by lambda minus n equal to 0 വന്നു. That means അതിനെ rearrange ചെയ്യുമ്പോൾ sigma xi by lambda n ലാംഡ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഐ ബൈ എൻ. സോ സിഗ്മ എക്സ് ഐ എന്ന് പറയുന്നത് സം ഓഫ് ഓൾ എക്സ് values divided by number of values. That is what our average x bar. So individual data set in the average ആണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ലാംഡ അല്ലെങ്കിൽ പെർ അല്ലെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത്. സോ MLE വെച്ചുള്ള പ്രൊഡിക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത് MLE ഓഫ് ദ മോഡൽ ലാംഡ ഓഫ് ദ മോഡൽ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഐ ബൈ എൻ ആണ് എന്ന് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത് കിട്ടി. സോ നമ്മൾ ഡാറ്റ വെച്ച് അനലൈസ് ചെയ്തു. നമ്മൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഇതാണ് ഡാറ്റ. സമ്മ 38 കിട്ടി. നമ്പർ ഓഫ് ഡാറ്റ 10 ആണ്. ലാംഡ ഓഫ് MLE എന്ന് പറയുന്നത് 38/10 = 3.8 ആണ്. അതിൻ്റെ അർത്ഥം കോൾ സെൻറ്റർ റിസീവ്സ് അപ്രോക്സിമേറ്റ്ലി 3.8 കോൾസ് പെർ അവർ എന്ന് കിട്ടി. ലാംഡയുടെ വാല്യൂ നമുക്ക് 3.8 കോൾസ് പെർ അവർ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ വേറൊരു എക്സ്പെൻസ് ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം, ഏതെങ്കിലും നമ്മൾ പഠിച്ചിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ പ്രോബ്ലം ആയിരിക്കും നമുക്ക് അവിടെ തരിക. So scenario എന്ന് പറയുമ്പോൾ ബസ് സ്റ്റേഷൻ wants to model waiting times between buses. They measure time gaps. ഇങ്ങനെ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടി. ദെൻ എക്സ്പെൻസ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. മോഡൽസിൻ്റെ ലാംഡ വാല്യൂ ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്.
Okay, now write the likelihood function, exponential distribution, the probability is to PDF functions lambda e raised to minus lambda x ആണ്. ആദ്യം ചെയ്തതുപോലെ ഓരോ ഒബ്സർവേഷൻസും ലൈക്ലിഹുഡ് അതിന്റെ പ്രൊഡക്റ്റ് എടുത്തു. pi I is equal to 1 to n lambda e raised to minus lambda xi. So നമുക്ക് കിട്ടുന്നത് lambda into e raised to minus lambda x1 into lambda e raised to minus lambda x2 into lambda e raised to minus lambda x3 into lambda e raised to minus etc lambda xn എന്ന് കിട്ടി. So lambda n times വരും. That's why lambda raised to n. Now exponential e raised to lambda x1 lambda x2 ഇതിൽ വരും. So lambda into x1 plus x2 plus x3 വന്നു. That's why summation. So e raised to minus lambda sigma is equal to 1 to n xi. വളരെ സിമ്പിൾ ആണ്, മനസ്സിലാകും. Then അടുത്ത സ്റ്റെപ്പ് ലോഗ് എടുക്കുക. Then log lambda raised to log of lambda raised to n e raised to minus lambda എടുത്തു. n log lambda then minus lambda e raised to sigma I is equal to 1 to n xi into log e വന്നു. Then differentiate ചെയ്തു. n log lambda differentiate ചെയ്യുമ്പോൾ n by lambda, then minus lambda with d by d lambda of lambda ആകുമ്പോൾ ഇത് 1 പോകും. Then കോൺസ്റ്റന്റ് ഇതെടുത്തു. Equate that to 0. n by lambda minus sigma is equal to 1 to n xi is equal to 0 വന്നു. റീഅറേഞ്ച് ചെയ്തപ്പോൾ n by sigma is equal to 1 to n xi എന്ന് പറയുന്ന ലാംഡ ഇത് ഇങ്ങോട്ട് വന്നു, ലാംഡ അങ്ങോട്ട് പോയി. സോ ലാംഡ ഓഫ് MLE എന്ന് പറയുന്നത് n ഡിവൈഡഡ് ബൈ ദി സമ്മ്. സോ ഇതിനെ നമുക്ക് 1 by sigma xi by n എന്ന് എഴുതാം. സോ 1 by x bar എന്ന് പറയുന്നത്. സോ ലാംഡ ഓഫ് ദിസ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1 by x bar എന്ന് കിട്ടി. സോ വളരെ സൂക്ഷിച്ച് അല്ലെങ്കിൽ അനലൈസ് ചെയ്തതിനു ശേഷമാണ് ഇതൊക്കെ എങ്ങനെ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഡാറ്റ വെച്ച് കമ്പയർ ചെയ്തു, ആവറേജ് കണ്ടുപിടിച്ചു 109 കിട്ടി. സാമ്പിൾ മീൻ എന്ന് പറയുന്നത് 10.97 മിനിറ്റ്സ് ആണ്. സോ ഫൈനൽ ആൻസർ ലാംഡ ഓഫ് ദ മോഡൽ ഈസ് 1 by x bar 0.00912. അതായത് MLE എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ലാംഡ വാല്യൂ എന്ന് പറയുന്നത് 0.0912 പെർ മിനിറ്റ് ആണ് എന്ന് നമുക്ക് MLEയുടെ പ്രൊസീജിയർ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇത് അങ്ങനത്തെ പ്രോബ്ലംസ് ആണ് നമുക്ക് MLE വെച്ചിട്ട് എക്സാമിന് ചോദിക്കാം. ഒരു ഹോംവർക്ക് പ്രോബ്ലം തന്നിട്ടുണ്ട്. MLE ഫോർ ബെർണോളിസ് ഡിസ്ട്രിബ്യൂഷൻ ഡാറ്റ തന്നിട്ടുണ്ട്. ബെർണോളിസ് ഡിസ്ട്രിബ്യൂഷൻ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതുക. ഇതുപോലെ മാക്സിമം ലൈക്ലിഹുഡ് ആകാനായിട്ടുള്ള അല്ലെങ്കിൽ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുക. ലോഗ് കാണുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇക്വേറ്റ് ടു 0 എടുക്കുക, സോൾവ് ഫോർ ദ പാരാമീറ്റേഴ്സ്. സോ MLEയുടെ പാരാമീറ്റർ എന്ന് പറയുന്നത് P ആണ്. അത് വെച്ചിട്ട് ബെർണോളിസ് ഡിസ്ട്രിബ്യൂഷൻ്റെ എസ്റ്റിമേഷൻസ് നമുക്ക് കണ്ടുപിടിക്കണം. സോ ഓരോ ഡിസ്ട്രിബ്യൂഷൻസ് എവിടേക്ക് എന്തിനൊക്കെയാണ് കാണിക്കുന്നത് ചാർട്ടാണ്. നോർമൽ ആണെങ്കിൽ ഹയസ്റ്റ് എസ്റ്റിമേഷൻ, ബെർണോളി ആണെങ്കിൽ ക്വാളിറ്റി കൺട്രോളിന്, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ കോൾ സെൻറ്റർ മോഡലിംഗ്, എക്സ്പൊണൻഷ്യൽ ആണെങ്കിൽ വെയിറ്റിംഗ് ടൈംസ്. ഇതൊക്കെ ഓരോ റിസൾട്ട് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതുപയോഗിച്ച് ഇതിലൊക്കെ എങ്ങനെ MLE ഓരോ ഡിസ്ട്രിബ്യൂഷൻസിൽ അപ്ലൈ ചെയ്യാം എന്ന് നമ്മൾ നോക്കണം. സോ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചെയ്തു, എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു, നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് ചെയ്ത് നോക്കണം, ബെർണോളിസ് ഡിസ്ട്രിബ്യൂഷൻസ് ചെയ്ത് നോക്കണം. Okay, so these are the topics we may need to study towards MLE.